السلام عليكم ورحمة الله. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه المجاهدين في سبيل الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ പാതി പിന്നിട്ടിരിക്കുകയാണ്. വളരെ അർത്ഥഗർഭമായ ഒരു വിഷയം. പ്രാർത്ഥന വിശ്വാസിയുടെ അത്താണി. ഇന്ന് മനുഷ്യർക്കില്ലാത്തത് അത്താണിയാണ്. ഒരുപാട് മനസ്സിൻ്റെ സംഘർഷാവസ്ഥയിലാണ് എല്ലാ മനുഷ്യരും ഇന്ന് കഴിയുന്നത്. അവർക്ക് അവരെ വരിഞ്ഞു മുറുക്കുന്ന തരത്തിലുള്ള സംഘർഷങ്ങളും സംഘട്ടനങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ. അത് പല പ്രായത്തിലുള്ള ദുരിതങ്ങളാണ്, പല പ്രായത്തിലുള്ള വരിഞ്ഞു മുറുക്കലുകളാണ്, പല പ്രായത്തിലുള്ള സംഘർഷങ്ങളാണ്. ഈ സംഘർഷങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ സ്വീകരിക്കുന്ന ചില വഴികളുണ്ട്. ചിലർ ജീവിതത്തെ സംഘർഷങ്ങൾ വരിഞ്ഞു മുറുക്കുമ്പോൾ അതിൽ രക്ഷപ്പെടാൻ മദ്യപാനത്തിലേക്ക് നീങ്ങും. വേറെ ചിലർ കുറേ പാട്ട് കേൾക്കും. വേറെ ചിലർ കുറേ മൗനമായിരിക്കും. വേറെ ചിലർ എഴുന്നേറ്റ് നടക്കും. വേറെ ചിലർ ടൂറ് പോവും. ഇവിടെ മാറി നിന്നാൽ ചിലപ്പോൾ സംഘർഷം കൊണ്ട് ഒഴിച്ചിട്ട്. അങ്ങനെ പലരും പല വഴികളാണ് സ്വീകരിക്കാറുള്ളത്. ഇതൊന്നും പരിഹാരങ്ങളല്ല. മദ്യപാനം പരിഹാരമല്ല, പാട്ട് കേൾക്കൽ പരിഹാരമല്ല. ഒരു 2-2.5 മണിക്കൂർ പോകാൻ ഒരു സിനിമക്ക് പോയാലോ എന്ന് വിചാരിക്കുന്നവരുണ്ട് ചിലർ. അങ്ങനെ ഹറാമിലേക്കാണ് പോവുക ഒരു വിഭാഗം. ഇനി മറ്റൊരു വിഭാഗം പ്രശ്നങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ വരിഞ്ഞു മുറുക്കുമ്പോൾ ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ഒക്കെ പോകുന്ന സ്വഭാവം. 2 തരത്തിലാണ് ഇപ്പോൾ ആളുകൾ നമ്മൾ കാണുന്നത്. എന്നാൽ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത് ഏത് കഷ്ടപ്പാട് നമ്മെ വേട്ടയാടുമ്പോഴും രക്ഷപ്പെടാൻ വേണ്ടി ഒരൊറ്റ മൂലിയായി ഇസ്ലാം പഠിപ്പിച്ചതാണ് പ്രാർത്ഥന. അതൊരൊറ്റ മൂല്യമാണ്. ഇന്ന് വരെ സംഘർഷങ്ങൾക്കും സംഘട്ടനങ്ങൾക്കും പ്രയാസങ്ങൾക്കും മറ്റൊരു മരുന്നും ഒരു ശാസ്ത്രവും കണ്ടെത്തിയിട്ടില്ല. എന്തെങ്കിലും മനപ്രയാസം ഉണ്ടാകുമ്പോൾ പോക്കാൻ ഒരു മരുന്നുമില്ല. മരുന്ന് ഒറ്റമൂലിയായി അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ് പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി അള്ളാഹുമായി ബന്ധമുള്ള വ്യക്തിയായിരിക്കണം. അള്ളാഹുവിനോട് നിരന്തര ബന്ധം പുലർത്തുന്ന ആ ശബ്ദം അള്ളാഹ്ക്ക് പരിചയമുള്ളതായിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം നമ്മളൊരാൾ വീട്ടിലാരെയും സംസാരിച്ചാൽ അപ്പം നമുക്ക് അത് ബാപ്പയാണ്, അല്ലെ അത് മോനാണ്, അത് മറ്റൊരാളാണ്, അതല്ല ഇന്ന ആളാണ് നമുക്ക് പറയാൻ കഴിയും, അല്ലേ? എന്തുകൊണ്ടാണ്? ആ ശബ്ദം നമുക്ക് പരിചയമുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ അടുത്തേക്കൊരു പ്രാർത്ഥന നാം നടത്തുമ്പോൾ അള്ളാഹു പറയും, അതെനിക്ക് പരിചയമുള്ള ശബ്ദമാണ്, ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു പ്രാർത്ഥനയിൽ, അല്ലാഹുമ്മ ഹസ്സിൽ മുറാദി, പടച്ചവനെ എൻ്റെ സദുദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരണേ. റസൂലുള്ള പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. സദുദ്ദേശങ്ങൾ, നമുക്കൊരുപാട് ദുരുദ്ദേശങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ. എന്തൊക്കെ നമുക്ക് ദുരുദ്ദേശം ഉണ്ടാകുക? നമ്മളുടെ ശത്രുക്കൾ നശിക്കണേ, അത് ദുരുദ്ദേശമല്ലേ?
നമ്മളെ ശത്രുക്കൾക്കെതിരിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശത്രുക്കൾ നശിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്തല്ല, അത്ര ഗുണകരമല്ല. അപ്പോൾ അവിടെ നല്ല ഉദ്ദേശം ഉണ്ടാവണം, അള്ളാഹുവിൻ്റെ ആളാവണം. എന്നിട്ട് നമ്മളുടെ സതുദ്ദേശങ്ങൾ പടച്ചവനെ എനിക്ക് നീ ഹാസിലാക്കി തരണം, പൂർത്തിയാക്കി തരണം. ബല്യഗ് മുറാഷിദ് അംദി, എനിക്ക് നന്മയുള്ള കാര്യങ്ങളെല്ലാം പടച്ചവനെ എനിക്ക് നീ പൂർത്തിയാക്കി തരണമേ. റസൂലുള്ളാഹിൻ്റെ പ്രാർത്ഥന. എനിക്ക് നന്മ ഉള്ളത്, നമുക്ക് നന്മയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ല, അതുകൊണ്ട് അത് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അജിർനി മിൻ ഖിസി ദുനിയ, പടച്ചോനെ ഇഹലോകത്തിൻ്റെ നിന്ദ്യതകളിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കുവാൻ പടച്ചവനെ നിന്നോട് ചോദിക്കുകയാണ്. അജിർനി, എന്നെ നീ കാത്തുരക്ഷിക്കണമേ, എന്നെ നീ കാത്തുരക്ഷിക്കണം. എന്തിൽ നിന്ന്? മിൻ ഖിസി ദുനിയ, ദുനിയാവിൻ്റെ ഒരുപാട് നിന്ദ്യതകളുണ്ട് അല്ലേ? നമ്മളൊരുപാട് നിന്ദ്യതകൾ അനുഭവിക്കാറുണ്ട് പല കാരണങ്ങളാലും. അതൊക്കെ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം കേട്ടോ. ഒരുപാട് നിന്ദ്യതകൾ അനുഭവിക്കാറുണ്ട്. പലപ്പോഴും നിന്ദ്യരായി എന്ന് നമുക്ക് തന്നെ തോന്നിപ്പിക്കുമാർ പലരും നമ്മളെ നിന്ദിക്കാറുണ്ട്. അത്തരം ദുനിയാവിൻ്റെ നിന്ദ്യതയിൽ നിന്ന് അള്ളാഹിനോട് രക്ഷ ചോദിക്കണം. അദാബൽ ആഖിറ, പരലോകത്തെ ശിക്ഷയിൽ നിന്നും പടച്ചവനോട് രക്ഷ ചോദിക്കണം. ഇങ്ങനെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പടച്ച തമ്പുരാൻ നമുക്ക് ഒരു ശക്തി പകരും. കാരണം പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സംരക്ഷിക്കാൻ എനിക്കൊരത്താണിയുണ്ട്, എനിക്കെൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഭാരമേൽപ്പിക്കുവാൻ പടച്ച തമ്പുരാനുണ്ട് എന്ന ബോധത്തോടു കൂടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. നാം അള്ളാഹുവിൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ റസൂലുള്ളാഹി പറയും, അല്ലാഹുമ്മ ഇന്നക തഅലമു ദുനൂബന, പടച്ചവനെ ഞങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും കുറ്റങ്ങളും വൈകല്യങ്ങളും കുറവുകളും ഒക്കെ പടച്ചവനെ നിനക്കറിയാലോ. പ്രാർത്ഥിക്കുമ്പോൾ തുടങ്ങുന്നതാ, നിനക്കറിയാലോ ഞാൻ ചെയ്ത എല്ലാ തെറ്റുപ്പങ്ങളൊക്കെ ചെറുപ്പം മുതൽ ഈ വലിപ്പം വരെ ചെയ്ത തെറ്റ് നിങ്ങളും പടച്ചവനും അറിയാണ്ടക്കൂല്ലോ. അതുകൊണ്ട് പടച്ചവനെ ഞാൻ ചെയ്ത തെറ്റൊക്കെ പടച്ചവനെ നിനക്കറിയാലോ, അതുകൊണ്ട് ഫഗ്ഫിർഹാ, അത് നീ എനിക്ക് പുറത്തു കൊണ്ട. അങ്ങനെ മനസ്സറിഞ്ഞ് പറയണം, എൻ്റെ റബ്ബാണ്, എന്നെ സൃഷ്ടിച്ച റബ്ബാണ്, എന്നെ നിയന്ത്രിക്കുന്ന റബ്ബാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ശരിയും തെറ്റും വേർതിരിച്ചു തരുന്ന റബ്ബാണ്, എനിക്ക് പരീക്ഷണങ്ങൾ തരുന്ന റബ്ബാണ്, എനിക്ക് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന റബ്ബാണ്, എന്നെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന റബ്ബാണ്. ആ ബോധത്തോടു കൂടിയായിരിക്കണം പടച്ചവനോട് പറയുന്നത്, ഫഗ്ഫിർഹാ, എല്ലാ തെറ്റും നീ അറിയും, അതുകൊണ്ട് നീ എനിക്കത് പുറത്തു തരണം. വ തഅലമു ഉയൂബന, ഞങ്ങൾക്കുള്ള ന്യൂനതകൾ നിനക്കറിയാം, ഞാൻ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും പല തെറ്റുകളും എൻ്റെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ട്. അത്തരം ഐബുകളൊക്കെ നീ അറിയുന്നു, എൻ്റെ ഐബെല്ലാം നീ അറിയുന്നു. അതുകൊണ്ട് ഫസ്തുർഹാ, അത് നീ ലോകം മാന്യ ജനങ്ങൾ അറിയാത്ത വിധം അത് നീ എനിക്ക് മറച്ചു വെച്ച് തരണം. ജനങ്ങൾ അറിയിക്കാണ്ട് മറച്ചു വെച്ച് തരണം. ജനങ്ങൾ അറിയിക്കാതെ മറച്ചു വെച്ചാലല്ലേ പടച്ച തമ്പുരാൻ പരലോകത്ത് മറക്കുള്ളൂ. ഇവിടുന്ന് മറച്ചെങ്കിലല്ലേ പരലോകത്ത് മറക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചെയ്ത തെറ്റ് നിങ്ങളെപ്പാൻ്റെ മുമ്പിൽ, നിങ്ങളെ പെങ്ങളെ മുമ്പിൽ, ഏടത്തിൻ്റെ മുമ്പിൽ, അഞ്ചത്തിൻ്റെ മുമ്പിലൊക്കെ കണ്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനു കൊള്ളും? പരലോകത്തിൻ്റെയൊക്കെ വെക്കുമല്ലോ. ഉമ്മ കാണും, ബാപ്പ കാണും, ബാപ്പ ചെയ്യുന്ന തെറ്റ് മോള് കാണും, ഉമ്മ ചെയ്ത തെറ്റ് ബാപ്പ കാണും. ഒരു പേടിയില്ലല്ലേ? ലേശം പേടിക്കേണ്ടിയുണ്ട് അല്ലേ? അപ്പം ആ പേടിക്കുന്ന ആളുകൾ പറയുന്നു, പടച്ചവനെ വ തഅലമു ഉയൂബന ഫസ്തുർഹാ, പടച്ചവനെ അത് നീ മറച്ചു വെച്ച് തരണം. വ തഅലമു ഹാജാതന, ഞങ്ങളുടെ ആവശ്യം നിനക്കറിയാം, ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടെന്ന്. പലർക്കും പല ആവശ്യമാണ്. ചിലർക്ക് വീടില്ല, ചിലർക്ക് രോഗമാണ്, ചിലർക്ക് മക്കളെ കെട്ടിക്കാനുണ്ട് അല്ലേ? പലർക്കും പല പ്രശ്നങ്ങളാണ്. അതൊക്കെ അറിയുന്നവനാണ്. ഞങ്ങളുടെ ഹാജത്ത് എന്താണ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയുന്ന റബ്ബാണ് നീ. അതുകൊണ്ട് ഫഖ്ലിഹാ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി തരണേ തമ്പുരാനെ. ഉണ്ടോ? ആവശ്യങ്ങളൊക്കെ റബ്ബിനോടാണ് പറയുക, റബ്ബ് നിറവേറ്റും. അള്ളാഹുവിൻ്റെ ഖജനാവിൽ അധികമാണ്, ഒരുപാട് സമ്പത്തുണ്ട്. അതുകൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ ഹാജത്തുകൾ നീ വീട്ടിത്തരണം. വ തഅലമു അംറാദന, ഞങ്ങൾക്കുള്ള രോഗങ്ങൾ നിനക്കറിയാം. ഡോക്ടർമാർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്നവൻ റബ്ബാണ്.
അല്ലേ? ഡോക്ടർമാർക്ക് ഇതൊക്കെ പരീക്ഷിച്ച് കണ്ടെത്തി ഒരുപാട് റിസർച്ചുകൾ നടത്തി മരിക്കാനാവുമ്പോഴാണ് ഓൽക്കറിയാം. അള്ളാഹ്ക്ക് ഇത് തുടക്കത്തിൽ തന്നെ അറിയാം. പടച്ചവനെ വതഅലമു അംറാളന, ഞങ്ങൾക്ക് ഇപ്പോഴുള്ള രോഗം നിനക്കറിയാം. ഫഷ്ഫിഹ, അത് നീ എനിക്ക് ശമനം നൽകണം. ചികിത്സ ഭൗതികമായി പടച്ചവനെ ശറഅ് നിശ്ചയിച്ച ചികിത്സ ഞാൻ ചെയ്യുന്നുണ്ട്. ശിഫ നിൻ്റെ ഭാഗത്ത് എനിക്ക് തരണം. ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, അത് ഭൗതികമായ വിഷയമാണ്. അള്ളാഹുവിൻ്റെ രോഗം മാറുന്നതിനല്ല ശറഅ് നിശ്ചയിച്ച ഭൗതിക കാര്യമാണെന്ത്? ഡോക്ടറെ കാണിക്കുക, മരുന്ന് കുടിക്കുക എന്ന്. പക്ഷേ ഫഷ്ഫിഹ, ശിഫ നിൻ്റേതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പറഞ്ഞത് വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ അവനാണ് എൻ്റെ രോഗം സുഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് എൻ്റെ രോഗം സുഖപ്പെടുത്തരണം. നമ്മുടെ സംഘർഷങ്ങൾ പലതല്ലേ? ഈ സംഘർഷങ്ങളെല്ലാം നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന മുഴുവൻ കാര്യങ്ങളും പലതാണ്. പലരുടെയും പ്രശ്നങ്ങൾ പലതാണ്. ആ കാര്യങ്ങളൊക്കെയും പടച്ച തമ്പുരാനോട് ചോദിക്കുക. ഇതിലേറ്റവും കൂടുതൽ നമ്മൾ ചോദിക്കേണ്ടത് അദാബുൽ ആഖിറ, ഫിത്നത്തുൽ മഹ്യ വ ഫിത്നത്തുൽ ആഖിറ, പരലോകത്തെ പരീക്ഷണം, ഫിത്നത്തുൽ ഖബറിലെ പരീക്ഷണം. ഇതൊക്കെയാണ് പടച്ചവനോട് അധികമായി ചോദിക്കേണ്ടത്. കുറച്ച് രോഗമൊക്കെ ഉണ്ടായാൽ അവിടെ കിടന്നോട്ടെ ചൊളി കേട്ടോ, ലേശമൊക്കെ അവിടെ നിന്നോട്ടെ, കാരണം ഇത് നല്ലതാണ്. ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു പെണ്ണ് കണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് അപസ്മാരമിളകി ഞാനിങ്ങനെ വീഴും പലപ്പോഴും. അങ്ങനെ അതഷ്കശഫു, എൻ്റെ വസ്ത്രമൊക്കെ നീങ്ങിയിട്ട് ഞാൻ വിവസ്ത്രയാവും അപസ്മാരം ഇളകിയാൽ. അതുകൊണ്ട് ഫദുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ഈ രോഗം ഒന്ന് മാറാൻ. അപ്പോൾ റസൂലുള്ള പറഞ്ഞ്, ഇൻ ഷീത്തി, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫസ്ബിരി, ആ രോഗവുമായി നീ ക്ഷമിച്ചോ, സ്വർഗ്ഗം എനിക്കുണ്ടാവും. അങ്ങനെ അപ്പോൾ അല്ല, ഇന്ന് എൻ്റെ ഈ വസ്ത്രം ഒന്ന് നീങ്ങിപ്പോകുന്ന അവസ്ഥയിൽ അതിനു വേണ്ടി ഒന്ന് ഇതായിരുന്നാൽ മതി, രോഗം അവിടെ നിന്നോട്ടെ. നമ്മൾ അവിടെയും പറയോ രോഗം അവിടെ നിന്നോട്ടെ? രോഗം തുണി കീറിയാൽ വേണ്ടിയില്ല, രോഗത്തുനിന്ന് കഴിച്ചിലായി കിട്ടിയാൽ മതി. തുണി എവിടെയും പോട്ടെ. ഇവിടെ ഇപ്പം അല്ലാണ്ട് തന്നെ രോഗം ഇല്ലാണ്ട് തന്നെ തുണി എടുക്കാത്ത പെണ്ണുങ്ങളധികവും. ഒരു രോഗവും ഇല്ലാണ്ട് തന്നെ തുണി എങ്ങനെ കഴിച്ചിടണം? അതാണല്ലോ മിസ് ഇന്ത്യ. ഈ ചെറിയ ചെറിയ കഷ്ണം കൊണ്ട് എങ്ങനെ തുണി അടിപ്പിക്കാം, അതിനാണ് മിസ് ഇന്ത്യ. അതിൻ്റെയൊക്കെ ഖബറിലെ ഹാല്, അതിൻ്റെയൊക്കെ പരലോകത്തെ ഹാലാലോചിച്ച് നോക്കിയത്. ഇവിടെ എല്ലാവരും മനുഷ്യന്മാരൊക്കെ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നടക്കുമ്പോൾ ആളുകൾ ഒന്നുകിൽ ഷിർക്കിലേക്ക് പോകുന്നു. ഷിർക്കിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ജാറങ്ങളിലൊക്കെ പോയിട്ട് മെഴുകുതിരി നീർച്ചാക്കുന്നു, ചണ്ണൻതിരി നീർച്ചാക്കുന്നു, അവിടെ കിടന്ന് തല അടിക്കുന്നു. ഇപ്പം റമദാനിൽ ചില മുസ്ലിയാക്കന്മാർ ആളുകളെ സിയാറത്ത് ടൂറ് എന്നും പറഞ്ഞ് വണ്ടിക്ക് ഇതൊക്കെ വെച്ച് ബാനറൊക്കെ കെട്ടിയിട്ട് കുറേ മണ്ടന്മാരെ കൊണ്ടുപോവുകയാണ്. ആരടുത്തേക്ക് ജാറങ്ങളിലേക്ക്, അല്ലേ? അയാളാരാ? ആ ജാറങ്ങളിൽ കിടക്കുന്ന ആൾ, അയാൾ തന്നെ പടച്ചവനോട് അള്ളാൻ്റെ ആഗ്രഹം തേടി കിടക്കുകയാണ്. ആ മനുഷ്യൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഒരു മനുഷ്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഏതെങ്കിലും ഒരാൾ നബിയുടെ ഖബറിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്കറിയാം, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രവാചകൻ്റെ മരണശേഷം ഉണ്ടായിട്ടുണ്ട്. സഹാബത്തിനിടയിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല സഹാബത്തിനെ ജാറങ്ങളിലേക്ക്, മക്ബറകളിലേക്ക് സിയാർത്ത് ചെയ്യാൻ കേട്ടോ. അങ്ങനെ സിയാർത്ത് ചെയ്താൽ കിട്ടുന്ന കാര്യമല്ലത്. അവിടെ അല്ല ഇതിൻ്റെ നിയന്ത്രണം കിടക്കുന്നത് എവിടെയാണ്? അള്ളാഹിൻ്റെ അടുത്താണ്. അതുകൊണ്ട് എന്ത് പ്രയാസമുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹിനോട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ വിവരമില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്യും, ചിലപ്പം വിവരം ഉണ്ടായിട്ടും തെറ്റ് ചെയ്യും. വിവരമൊക്കെ ഉണ്ട്, പക്ഷേ തെറ്റ് ചെയ്യും. അത് മനുഷ്യൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ സത്യവിശ്വാസികളും പ്രാർത്ഥിക്കാൻ അള്ളാഹു നിർദ്ദേശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു നിർദ്ദേശിച്ചൊരു പ്രാർത്ഥന. അതാണ് ഞാൻ മുഖവരയിൽ കേൾപ്പിച്ചത്. എന്താ? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ, ഞങ്ങൾക്ക് വല്ലതും മറന്നു പോയിട്ട് ഞങ്ങൾ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ പടച്ചോനെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. അങ്ങനെ ഞങ്ങൾ നീ ശിക്ഷിക്കരുതേ പടച്ചോനെ. മറന്നു ചെയ്താൽ, ഇപ്പം നിങ്ങൾ നോമ്പാന്ന് അറിയാണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നും, അല്ലേ? ചിലപ്പോൾ നല്ലോണം തിന്നും. വേറെ ഏതോ ഹാലിൽ കുത്തിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഒരു പാക്ക് കാലിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരാൾ കൊലായിൽ ഇങ്ങനെ കുത്തിട്ട് അണ്ടിപ്പരിപ്പ് തിന്നുന്നുണ്ട്. ആൾ എന്ന് പറഞ്ഞിട്ട് ഒരു 10 വയസ്സായ കുട്ടിയാണ്. അപ്പം അതിൻ്റെ ഇളയത് അതിനോട് ചോദിച്ചു, അല്ല നോമ്പില്ലേന്ന്. അപ്പോൾ മൂപ്പര്
ഏതായാലും തിന്നിയില്ലേ ഇത് മുഴുവനാക്കാതുള്ള 10 വയസ്സുകാരൻ തീരുമാനിക്കുന്നത്. പക്ഷേ അതിൻ്റെ മൂത്ത ആൾ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം നിർത്തിയാൽ നോമ്പുണ്ടാവുന്ന, അതാണ് ഹുക്കുമ്. അതാ അതിൻ്റെ മൂത്ത ആൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ, മറന്നു പോവുകയാണെങ്കിൽ പടച്ചോനെ ഞങ്ങളെ നീ ശിക്ഷിക്കരുത്. ഔ അഖ്തഅ്നാ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയതിനും പടച്ചോനെ ഞങ്ങളെ നീ ശിക്ഷിക്കരുത്. തെറ്റ് പറ്റാൻ അതാണല്ലോ ഇപ്പം നമ്മുടെ അടുത്തുള്ളൂ. ഇപ്പം റമളാൻ നിങ്ങളിപ്പോൾ ഇങ്ങനെ കുത്തിരിക്കുന്നത് നോക്കണ്ട. റമളാൻ കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഇപ്പൊക്കെ ചെകുത്താനൊക്കെ കെട്ടിയിട്ടിക്കുക. പക്ഷെ മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പം നമ്മൾക്കിങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ചെയ്ത്താനഞ്ഞ് റമളാൻ കഴിഞ്ഞാൽ അള്ളാഹു കൊണ്ട് കഴിച്ചിട്ടേക്കും. എന്തിനാ അതവിടെ കെട്ടിയിരുന്നതിന് അല്ലേ? അതുകൊണ്ട് അപ്പോഴാണ് വീണ്ടും നമ്മൾ എന്താകുക, തെറ്റിലേക്ക് പോകുക. അപ്പം തെറ്റ് പറ്റുമ്പോൾ അപ്പം തന്നെ എന്താക്കുക, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅ്നാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഹിസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, പൂർവികരായ സമൂഹത്തിനൊക്കെ ഭാരം ഏൽപ്പിച്ചതുപോലെ പടച്ചവനെ നീ ഞങ്ങൾക്ക് ഭാരം ഏൽപ്പിക്കരുത്. ദീന് കൊണ്ടുള്ള ഭാരമായിരുന്നെങ്കിലും എല്ലാം കുറച്ച് തരണം. ഇപ്പം നമുക്ക് പല കാര്യങ്ങളിലും പടച്ചതമ്പുരാൻ പൂർവിക സമുദായത്തിനുണ്ടായിരുന്ന പല വിലക്കുകളും അള്ളാഹു നമുക്ക് നീക്കി തന്നിട്ടുണ്ട്. ഒരുപാട് ഭാരം നമുക്ക് കുറവാണ്. നമുക്ക് നമ്മളുടെ ആരാധന ഒക്കെ വളരെ കുറവാണ്. ഒരുപാട് സക്കാത്ത്, ഇതൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കുറവാണ്. എല്ലാ കാര്യങ്ങളും. കാരണം നമുക്ക് കുറഞ്ഞ ആയുർദൈർഘ്യമാണ്. നമുക്കുള്ളൂ. അഅ്മാലു ഉമ്മത്തി മാ ബൈന സിത്തീന ഔ സബഈൻ, നമ്മളുടെ പ്രവർത്തന കാലഘട്ടം 60 or 70. 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കുന്നതും അറിയില്ല, പ്രവർത്തിക്കാത്തതും കണക്ക് തന്നെ. രണ്ടും കണക്കാ. പക്ഷേ നല്ല ആരോഗ്യമുള്ള കാലത്ത് പ്രവർത്തിക്കൂല ആരും ഇല്ല. വയസ്സങ്ങോട്ടായി കഴിഞ്ഞാൽ പ്രവർത്തിക്കണമെന്ന് പൂതിയുണ്ട്, പക്ഷെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, മുട്ട് നീരുന്നില്ല. തലൻ്റെ ഉള്ളിൽ കോഴിക്കുട്ടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയിട്ട് ബിരിയാനായ കോഴിക്കുട്ടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. എന്തോ അപ്പം നല്ല കാലത്തോ ഒരു കോഴിയും ഇല്ലാത്ത സമയത്ത് ഒന്നിട്ട് ചെയ്തിട്ടുമില്ല. എല്ലാ ആളുകളുടെയും സ്ഥിതി ഞാൻ പറഞ്ഞു, ഒട്ടുമിക്ക ആളുകളും ഒരു 85-90% വരെയുള്ള ആളുകളുടെ സ്ഥിതി അതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭാരം ഞങ്ങൾക്ക് നീ നൽകരുത്. വലാ തുഹമ്മിൽനാ മാലാ താഖത ലനാ ബിഹി, ഞങ്ങൾക്ക് താങ്ങാൻ കഴിവില്ലാത്ത ഭാരങ്ങളും കാര്യങ്ങളും ഒന്നും പടച്ചോനെ നീ ഞങ്ങൾക്ക് ഒരു പരീക്ഷണം തരികയാണെങ്കിൽ എൻ്റെ ഈമാൻ താങ്ങുന്നത്ര തന്നോന്നാ. എൻ്റെ ഈമാൻ താങ്ങാത്തത്ര തരരുത്. ചില ആൾക്കാർ ഈമാൻ താങ്ങുന്നതിൻ്റെ അപ്പുറമൊക്കെ കൊണ്ട് വരും അല്ലേ? ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ചിലരൊക്കെ ഈമാനിൻ്റെ ശക്തി കൊണ്ടല്ല, തൊലിക്കട്ടി കൊണ്ടും താങ്ങും. ചിലവർക്ക് എന്ത് വന്നാലും ഒന്നും ഉണ്ടാവില്ലല്ലോ. ഒരു ലജ്ജയില്ലാത്ത വർഗ്ഗം ഉണ്ടല്ലോ, അവർ തൊലിക്കട്ടി കൊണ്ടാണ് താങ്ങുക. വിശ്വാസികൾ താങ്ങേണ്ടത് തൊലിക്കട്ടി കൊണ്ടല്ല, ഈമാൻ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ പടച്ചവനെ നീ ഞങ്ങൾക്ക് വഅഫു അന്നാ വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് മാപ്പരുളണം, ഞങ്ങൾക്ക് പുറത്തു തരണം. വഅഫു അന്നാ, ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരണം. എന്തെല്ലാം തെറ്റ് വന്നു പോയാലും, മറന്നു ചെയ്താലും, തെറ്റുപറ്റിപ്പോയാലും ഒക്കെ പടച്ചവനെ നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരണം. വഗ്ഫിർ ലനാ വർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിക്കണം കേട്ടോ. അൻത മൗലാന, നീയാണ് ഞങ്ങളുടെ യജമാനൻ. ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, കാഫറുകളായ ആളുകൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞാൽ, അവർ നമ്മളെ ദ്രോഹിക്കുമ്പോൾ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പ്രയാസമുണ്ടാക്കുമ്പോൾ പടച്ചവനെ നിൻ്റെ സഹായം ഞങ്ങളിൽ അരുളണമേ തമ്പുരാനെ. ഒരാൾക്കും ഞങ്ങളുടെ ഈമാൻ തകർത്ത് കളയാൻ കഴിയാത്ത വിധം ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്നാണ് ഒരു മുസൽമാൻ പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക. അത്താണി ആവണമെങ്കിൽ അതാ വേണ്ടത്. ഒറ്റയ്ക്ക് നിങ്ങളിരിക്കുമ്പോൾ അള്ളാഹിനെയാണോ ഓർക്കൽ, അതോ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നോ? ഈ സമയത്ത് ഇപ്പം എന്ത് ചെയ്യാനാവും? എന്താ നിങ്ങൾ ഓർക്കൽ? നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെയാണോ? നിങ്ങൾ പോകേണ്ട പരലോകത്തിൻ്റെ ഉടമസ്ഥനെയാണോ? സ്വർഗത്തിൻ്റെ ഉടമസ്ഥനെയാണോ? നരകത്തിൻ്റെ ഉടമസ്ഥനെയാണോ? ഈ കണ്ടു കാണപ്പെട്ട പ്രപഞ്ചത്തിലെ മുഴുവൻ അണ്ടകടാഹങ്ങളെയും മുഴുവൻ വസ്തുക്കളെയും അചേതന സചേതന വസ്തുക്കളെയും സൃഷ്ടിച്ച പടച്ചതമ്പുരാനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഓർക്കാറുണ്ടോ? നിങ്ങൾക്ക് കണ്ണ് തന്ന, നിങ്ങൾക്ക് കാത് തന്ന, നിങ്ങൾക്ക് ആരോഗ്യം തന്ന, നിങ്ങൾക്ക് സൗന്ദര്യം തന്ന, നിങ്ങൾക്ക് നടക്കാനും പിടിക്കാനും ഓടാനും സൗകര്യം തന്ന, ഭക്ഷണം ദഹിപ്പിക്കുവാൻ ദഹനേന്ദ്രിയം തന്ന, അതിനെ നശിപ്പിക്കുവാൻ കാലത്തൊഴിവാക്കുവാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തന്ന, എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന പടച്ചോനെ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ ആലോചിക്കാറുണ്ടോ? നേരെ മറിച്ച് നിങ്ങൾക്ക് കുപ്പായത്തിൻ്റെ ശീലം എന്നോലെ നിങ്ങൾ എന്താക്കും? ഇടയ്ക്ക് ഇങ്ങനെ കണ്ണ് കാണുവാനെ അല്ലേ?
ഇതൊക്കെ തന്ന പടച്ചോൻ ഇന്ന് വരെ കണ്ണ് കണ്ടില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അത് ആ ഷർട്ടിൻ്റെ ശീല തന്നവനെ കണ്ണ് കാണണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹിനോട് എന്ത് ഓർമ്മയുള്ളത് ഉണ്ടായില്ല. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് വദക്കറല്ലാഹ ഖാലിയൻ, ഏകാന്തമായിരുന്നു കൊണ്ട് അള്ളാഹിനെ ഓർക്കണം. പ്രാർത്ഥന എപ്പോഴും ഏകാന്തതയിലായിരിക്കണം, നിങ്ങളും റബ്ബും മാത്രമുള്ള സമയം. എന്നിട്ട് പറഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളായി മാറണം. ഫാലത്ത് ഐനാഹു, രണ്ട് കണ്ണും നിന്നും കണ്ണീരടർന്ന് വീഴണം. അള്ളാഹ് നിങ്ങളിതൊന്നും പ്രാർത്ഥിച്ചാൽ പോരല്ലോ, ഒക്കെ സ്വീകരിക്കണ്ടേ. അപ്പം അതിന് നിങ്ങൾ ഏകാന്തമായിരുന്ന് കണ്ണിൽ നിന്ന് കണ്ണീരൊഴുക്കണം. പരലോകത്തെ ഓർത്ത്, ഖബറിനെ ഓർത്ത് ആലോചിച്ച് നോക്കൂ. എത്ര ആളുകളുടെ മയ്യത്ത് ഇപ്പം ഈ പേരാപ്പേര് മഴയത്ത് മണ്ണിനടിയിൽ കൊണ്ടുവച്ച് അല്ലേ? അതുപോലെ ഒരു ദിവസം നമുക്കും കിടക്കണ്ടേ? നമ്മുടെ കൂടെ കിടക്കാൻ ആരാളുള്ളത്? തേളും പാമ്പും മൂർഖം പാമ്പുകളൊക്കെ അല്ലേ ഉണ്ടാവുക അല്ലേ? അടിയിൽ മണ്ണ്, മുകളിൽ മണ്ണ്, സൈഡിൽ മണ്ണ് അല്ലേ? ആ മണ്ണിനടിയിൽ 3 അണ്ടം തുണിയിൽ നമ്മൾ അവിടെ പോയി കിടക്കുന്നതിനെ പറ്റി ആലോചിക്കണ്ടേ? അപ്പോൾ അങ്ങനെ ആലോചിക്കും നമ്മളുടെ കണ്ണ് നിറയണ്ടേ? ആ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് കുറ്റങ്ങളും തെറ്റുകളും വന്നുപോയ റബ്ബേ എന്ന് എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ എത്രമാത്രം ഞാൻ പ്രയാസപ്പെടുന്നുവെന്ന് ചിന്തിക്കണ്ടേ? അപ്പോഴാണല്ലോ കരയുക. നിങ്ങൾ കരഞ്ഞിട്ടില്ലേ? കുട്ടികൾ വഴിതെട്ട് പോയപ്പോൾ കരഞ്ഞിട്ടില്ലേ? ഭർത്താവിൻ്റെ സ്വഭാവം ദുഷിച്ചപ്പോൾ കരഞ്ഞിട്ടില്ലേ? സമ്പത്ത് മുഴുവൻ പോയപ്പോൾ കരഞ്ഞിട്ടില്ലേ? ആരുമില്ല എന്ന തോന്നലുണ്ടായപ്പോൾ കരഞ്ഞിട്ടില്ലേ? ആരുമില്ല എന്ന് തോന്നുന്നത് അത്താണില്ലാത്തവർക്കാണ്. അള്ളാഹുവിനെ അത്താണിയായി സ്വീകരിച്ച ഒരാൾക്ക് ഒരാളുടെയും തണൽ ആവശ്യമില്ല എന്നാണ് പറയുക കേട്ടോ. കാരണം എന്താ? ആരെ തണലുണ്ടായാലും അള്ളാഹിൻ്റെ തണലില്ലെങ്കിൽ കഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങനെ കരയണം. അങ്ങനെ കരഞ്ഞ കണ്ണുകളെ സംബന്ധിച്ച് റസൂലുള്ള പറയുന്നു ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണ് ഐനുൻ ഗല്ലത്ത് മിൻ മഹാരിമില്ല, അള്ളാഹുവിൻ്റെ ഹറാമുകളെ കാണുന്നതിൽ നിന്ന് കണ്ണിനെ വിലക്കിയ കണ്ണ്. ആ കണ്ണുകൾക്ക് അള്ളാഹു എപ്പോഴും സ്വർഗം കൊടുക്കും, പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ അള്ള വിലക്കിയ കാര്യം കണ്ണുകൊണ്ട് കാണുക, ഹറാമുകൾ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ എന്താണ്? നിങ്ങളെ കണ്ണുകൊണ്ട് ഖുർആൻ ഓതുന്നു, കണ്ണുകൊണ്ട് കാണുന്നു അല്ലേ? മനസ്സുകൊണ്ട് അറിയുന്നു അല്ലേ? ഒരുപാട് ഖുർആൻ ഇതേ കണ്ണ് തന്നെ ഇഞ്ഞി ഹറാമാ കാണുക, ഹറാമാ ഇഞ്ഞി കേൾക്കുക. ഇപ്പം കേൾക്കുന്നത് നല്ല കാര്യങ്ങൾ അല്ലേ? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കാണുന്നത് ഹറാമായ കാര്യങ്ങൾ, അല്ല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ കുറേ കരയുന്നു, അതിനർത്ഥമില്ല. ഉണ്ടോ? ഇപ്പോൾ ഒരു കുട്ടി എന്തെങ്കിലുമൊക്കെ കുറേ തെറ്റ് ചെയ്തിട്ടൊന്ന് വീണാൽ നമ്മളെന്ത് പറയും? അത് എനിക്ക് കിട്ടേണ്ടത് തന്നെ അറിയും അല്ലേ? നമ്മളിനെ പറയില്ല അങ്ങനല്ലേ? അതുപോലെ പടച്ച തമ്പുരാനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ അവർ വെറുതെ കരഞ്ഞാൽ അള്ളാഹ് സമ്മതിക്കുമോ? ഇല്ല. അത് നമ്മൾ സംഘർഷാവസ്ഥ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, സംഘട്ടനങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും കരയും. ആ കരച്ചിൽ അള്ളാഹ് കേൾക്കൂല. ആ കരച്ചിൽ അള്ളാഹ് കേൾക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് റബ്ബിനെ ഓർക്കണം. നിങ്ങളുടെ കണ്ണുകൾ റബ്ബിനെ ഭയപ്പെട്ട് കരയണം. നിങ്ങളുടെ കണ്ണുകൾ ഹറാമിൽ നിന്ന് വിലക്കണം കേട്ടോ. അങ്ങനെ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ തന്നെ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എണീറ്റൊന്ന് അങ്ങോട്ട് പോയി നിൽക്കുക. ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് അങ്ങ് മാറി അപ്പം റസൂലുള്ള പ്രാർത്ഥിക്കും, റബ്ബി ഗഫിർലി, പടച്ചോനെ പുറത്തു കൊണ്ടാണ്. ഒരു സ്ഥലത്തുനിന്ന് അങ്ങോട്ട് മാറിയാൽ മതി. ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്ന അവിടെ നിന്ന് മാറിയാൽ റബ്ബി ഗഫിർലി അറിയും, പുറത്തു കൊണ്ട പടച്ചോനെ. ഓ തുബി അലയ്യ, പടച്ചോനെ എൻ്റെ തൗബ സ്വീകരിക്കണേ. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാവാരിയുമാണല്ലോ. ഒരു സ്ഥലത്തുനിന്ന് കുറച്ചങ്ങോട്ട് മാറുമ്പോഴേക്കും പ്രാർത്ഥിക്കുക. നിങ്ങളൊക്കെ എന്താ ചെയ്യൽ? നിങ്ങൾ പ്രാർത്ഥിക്കണേ പകരം കാണുന്നവരോടൊക്കെ പറയുന്നത് ആർക്കണേ? ഇത് നിങ്ങളിത് ആർക്കൂല. കാണുന്നവരോടൊക്കെ മോളെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട് ആർക്കണേ? അതോ നാളെ അറണ്ട പെണ്ണ് കാണാൻ വരുന്നുണ്ട് ആർക്കണേ? ആര്? നാട്ടുകാർ. ഓളോ കല്യാണം കഴിക്കേണ്ട പെണ്ണോ? ഓള് നാളെ കാണേണ്ട മൊഞ്ചത്തി എങ്ങനെ ആവേണ്ടതിനെ പറ്റി ആലോചിക്കുക. മൂപ്പർക്ക് എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെടണം, അതിനെന്ത് കടലാസ മോത്തൊട്ടിക്കേണ്ടി വെച്ചിട്ട്. അതിനാണ് ഉമ്മയും മോളും, ഏടത്തികളുണ്ടെങ്കിൽ ഓലും, അഞ്ചത്തികളുണ്ടെങ്കിൽ ഓളും എല്ലാവരും കൂടി തിരക്കിട്ട് നടത്തുന്നത്. കാണുന്നവരോടൊക്കെ എന്ത് പറയും? ഇതാർക്കണേ, നിങ്ങൾ കടലാസ് ഒട്ടിക്കാൻ വരണ്ട, നിങ്ങൾ അപ്പുറത്തുനിന്ന് അങ്ങനെ എന്തായിരുന്നോളി.
അല്ലേ? എല്ലാ ആളുകളുടെയും ഒരു സ്വഭാവം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യേണ്ടെന്നല്ല, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുക. അത് നിങ്ങളും കൂടി ആ കാര്യത്തിൽ ബന്ധം ഉണ്ടാവണം. നിങ്ങൾക്കൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾ ഹറാമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു പ്രാർത്ഥനയിൽ, ഇന്നീ ലലംതു ളുൽമൻ കസീറ, പടച്ചവനെ ഞാൻ ധാരാളം തെറ്റിയിട്ടുണ്ട്. ആരാ? റസൂലേ, ഞാൻ ധാരാളം. അപ്പം നമ്മളെന്ത് പറയണം? ഇന്നീ ലലംതു ളുൽമൻ കസീറൻ 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 കസീറൻ, അല്ലേ? എത്ര കസീർ പറഞ്ഞാലും റസൂല് പറയാം ഞാൻ ഒരുപാട് തെറ്റിയതെന്ന്. അതെന്താ? എത്ര തെറ്റിയില്ല എന്ന് വിചാരിച്ചാലും തെറ്റുണ്ടാവും. അപ്പോൾ ധാരാളം തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണം. വൈലം തഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ, വത്റഹംനി, എന്നോട് നീ കരുണ കാണിക്കുന്നില്ലെങ്കിൽ, ലാകൂനന്ന മിനൽ ഖാസിരീൻ, നാഥ ഞാൻ പരലോകം നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും. അപ്പോൾ പടച്ചവനോട് പൊറുക്കലിനങ്ങനെ തേടിക്കൊണ്ടിരിക്കുക. അങ്ങനെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദം അള്ളാഹ്ക്ക് പരിചയമുള്ള ശബ്ദമാവും. ആ ശബ്ദം അള്ളാഹ് കേൾക്കുമ്പോഴേക്കും ഉത്തരം തരാൻ തുടങ്ങും. അതിന് രണ്ട് കാര്യമാണ് വേണ്ടത്. ഒന്ന്, അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും നിങ്ങളുടെ ചിന്ത പോകരുത്. അത് മലക്കായാലും വേണ്ടില്ല, ജിന്നായാലും വേണ്ടില്ല, ജാറായാലും വേണ്ടില്ല, തീർത്ഥാടന കേന്ദ്രങ്ങളായാലും വേണ്ടില്ല, അമ്മ ആയാലും വേണ്ടില്ല, അച്ഛനായാലും വേണ്ടില്ല. അപ്പം ആളുകൾ പല സ്ഥലത്തും പോയിട്ട് പലതും നേടുന്നുണ്ട്, പലതും ആവുന്നുണ്ടാവും. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളെ റബ്ബിനെ ഒരു കാരണവശാലും പിടുത്തം പെടണ്ട ഉണ്ടോ? ഒരു കാരണവശാലും ഏത് ദേവേന്ദ്രൻ പറഞ്ഞാലും പടിക്ക് പുറത്ത് കേട്ടോ. ആര് പറഞ്ഞാലും സ്വർണത്തിൻ്റെ ഒരാൾ ഒരു സ്വർണം കൊണ്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് നിങ്ങളോട് വന്ന് പറയാണ് നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്ത ഇവരോടൊക്കെ ഒന്ന് പറഞ്ഞേ വിരോധമല്ല. നമ്മളിപ്പം 50 ഉറുപ്പ്യ ഇല്ല ഞാൻ നമ്മൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നില്ലേ? അതുപോലെ തന്നെയല്ലേ? അല്ല, ആ സഹായം അള്ളാഹിനോടല്ലാണ്ട് പാടില്ല. അത് ചെയ്താൽ ശിർക്കാണ്. അതല്ല ചെയ്ത ആളെ പ്രാർത്ഥന അല്ല സ്വീകരിക്കൂല, പൊറുക്കപ്പെടാത്ത പാപമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം ഓല കൂടെ കൂടിയിട്ട് കേക്കൊലിക്കുന്ന മുട്ടടാനായ കോഴി കേക്കൊലിക്കുന്ന വേണ്ടിയിട്ട് മുട്ടടാൻ ഇല്ലാത്ത കോഴിയും ചിലത് ആക്ക അങ്ങനെ കയക്കായെന്ന്. അപ്പം മാറി അതിനും പിടിച്ചിടീന്. അതിനെ പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അതിന് മുട്ടടാനായ കോഴി ഒന്നും ഇങ്ങനെ കയക്കയെന്ന് അറിയുണ്ടാവും. കാരണം അത് മുശ്രിക്കാകാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഏതോ കാരണം ഉണ്ടാവും. നരമ്പെളുത്ത് വൈകുന്നേരം ആവോളം മുഅ്മിനായി ജീവിച്ചിട്ട് വൈകുന്നേരം കാഫറാകാൻ വിധി ഉണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. യുദ്ധത്തിൽ വളരെ കൃത്യമായി ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും സേവനം ചെയ്ത ഒരു സഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സഹാബാക്കൾ ഏറെ ബഹുമാനിച്ച ഒരു സഹാബി അല്ലേ? മിദ്യാം യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യം ഒരു കൈക്ക് വെട്ടുടുങ്ങി, രണ്ടാമത്തെ കൈക്കും വെട്ടുടുങ്ങി. പിന്നീട് ആ വെട്ട് സഹിക്കാൻ കഴിയാത്ത വിധം 2 പിളർപ്പാക്കി മുറിച്ചിടുമ്പോൾ 2 കഷ്ണമായ മിദ്യാമിൻ്റെ ശരീരം ചിന്നിച്ചെറിയപ്പോൾ സഹാബത്ത് മുഴുവനും ഒത്തുകൂടി തൂബാ തൂബാ അങ്ങേക്ക്. കാരണം റസൂലുള്ളാഹിൻ്റെ സന്തത സഹചാരി, 24 മണിക്കൂറും റസൂലിൻ്റെ കൂടെ നടക്കുന്ന വ്യക്തി, യുദ്ധങ്ങളിലെല്ലാം സഹായിക്കുന്ന വ്യക്തി, തൗഹീദിനു വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെട്ട വ്യക്തി. ആ വ്യക്തി മരിച്ചപ്പോൾ സഹാബത്ത് പറയുന്നു, ഷഹീദായപ്പോൾ തൂബാ തൂബാ, സ്വർഗത്തിലേക്ക് മംഗളം മംഗളം. അവരെല്ലാം സ്വർഗത്തിലേക്ക് മംഗളം ഓതുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സംഗതനായി നോക്കി നിൽക്കുകയാണ്, ഒന്നും പറയുന്നില്ല. സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങെന്താ ഒന്നും പറയാത്തത്? അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട സന്തത സഹചാരി ഷഹീദായിട്ട് ഞങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങെന്താ മിണ്ടാതെ നിൽക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം നരകത്തിലാണ്. എന്തേ? ഇത്രയും കാലം നബിൻ്റെ കൂടെ സന്തത സഹചാരിയായി ജീവിച്ചിട്ടും ഒരുപാട് കാലം ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ ആ ശക്തിക്ക് വേണ്ടിയിട്ട് പടപൊരുതി നടന്ന വ്യക്തി എങ്ങനെ പെട്ടെന്ന് ഇങ്ങനായി? നിസ്സാരമായി ചെകുത്താൻ പിടികൂടിയതായിരുന്നു. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ, ആ വഴിയിൽ നിന്ന് ഒരു ചെറിയ സൗകര്യം. എന്താ സൗകര്യം? വനീമത്ത് മുതൽ എല്ലാവർക്കും വീതിച്ചു കൊടുക്കേണ്ട വനീമത്ത് മുതൽ കണ്ടപ്പോൾ പെട്ടെന്ന് മിദ്യാമിനൊരു ചെറിയ ഈമാൻ്റെ തകർച്ച. എന്താ? ഇന്ന ശംലത്ത, ഒരു പുതപ്പ്, അത് അദ്ദേഹം അഹദഹ, ആ പുതപ്പ് അദ്ദേഹം എടുത്തു. ഖബ്ലൽ ഖിസ്മ്, റസൂലുള്ളാഹി വീതിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പ്.
ഇത്രയൊക്കെ ഈമാനുള്ള ഒരാൾക്ക് കള്ളത്തരം വന്നുകൊണ്ട് കയറി കേട്ടോ. ഒരു കളവേച്ച് ഒരു പുതപ്പേ കണ്ടിട്ടുള്ളൂ, അദ്ദേഹം നരകത്തിലാണ്. അപ്പം ഈമാൻ തകരാൻ നിസ്സാര കാരണങ്ങൾ മതി. ഭൗതികമായ ഒരു ചെറിയ പുതപ്പല്ലേ ഇപ്പോൾ കിട്ടിയത്. പലരുടെയും ദീന് തകർന്നോണേ ഇവിടെ മോളെ വിയാപ്പള ജിന്നാണ്. അതുകൊണ്ട് നമുക്ക് നിവൃത്തിയില്ല, നമുക്ക് മോടെ പിന്നെ ജിന്നിനെ താമസിപ്പിക്കൽ തുടങ്ങിയിരിക്കണം. ഇപ്പം നമ്മൾ അതിൻ്റെ കേന്ദ്രമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അല്ലെങ്കിൽ ഏർത്തിൻ്റെ വിയാപ്പള അതാണ്. അപ്പം നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഞാനും ഇപ്പോൾ അതിലുള്ളത്. പിന്നെ നമ്മളെ ആങ്ങള നമുക്ക് ചെലവിന് തരുന്ന ആങ്ങള മൂപ്പരിപ്പം ജിന്നാണ്. അതുകൊണ്ട് ഞാനും നാളെ മുതൽ ജിന്നാണ്. ജിന്ന് പറഞ്ഞാൽ മനസ്സിലല്ലേ, ജിന്നിനോട് ഇപ്പോൾ കള്ളത്തരം പറഞ്ഞ് അവസാനം ഇത് പറഞ്ഞിട്ടില്ല, ഇത് ഞങ്ങളാരോ പറഞ്ഞ മാതിരി അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ മുമ്പ് ഈ കള്ളത്തരം മുഴുവൻ പറഞ്ഞിട്ട് അവസാനം പിടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു പണ്ഡിതൻ വിചിന്തനത്തിൽ മാപ്പ് ചോദിച്ചു, ഇനി അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞിട്ട് വിചിന്തനത്തിൽ എഴുതി വന്നു. ഇപ്പം പറഞ്ഞ ആ വാദങ്ങളൊന്നുമില്ല എന്ന്. ഏതായിരുന്നാലും വളരെയധികം മോശമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നു കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ജീവിതത്തിൽ ഒരു കാരണവശാലും തൗഹീദിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ. അതൊരു കളി ആര് കളിപ്പിച്ചാലും കളിക്കില്ല. അത് മരണം വരുമ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പോവുക. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ആർക്ക് വേണ്ടി നിങ്ങൾ കാക്കണ്ട, ഒരു കുട്ടിക്കും വേണ്ടി. ഒരു കുടുംബത്തിൽ ആരുണ്ടാവില്ല, ഉണ്ടാവോ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. നമുക്കറിയാം അല്ലേ, എല്ലാവരും ഓടും നമ്മളെ കാണുമ്പോൾ തന്നെ ഓടും. ഇങ്ങനെ വയ്യേൽപ്പിച്ച പിശാചുണ്ടല്ലേ നമ്മളെങ്ങനെ ആക്കാന്ന് പറഞ്ഞ് ഇതാക്കണേ. മൂപ്പരെ നമ്മളവിടുന്ന് കാണും പരലോകത്തുനിന്ന്. അപ്പം നമ്മൾ പറയും മൂപ്പരാണ്. അപ്പോൾ മൂപ്പര് പറയും ലൂമു അംഫുസക്കും, സ്വയം കുറ്റപ്പെടുത്തിയാൽ മതി, ഞാനല്ല, ഞങ്ങളെ വിളിച്ചു നിങ്ങൾ വന്നു, ഞങ്ങളോട് പറഞ്ഞ് ജിന്നിനോട് ചോദിക്കാൻ നിങ്ങൾ വന്നു, ഞാൻ എൻ്റെ കുറ്റ. നിങ്ങളെ നരകത്തിലാക്കൽ എൻ്റെ പണിയാണ്, സ്വർഗത്തിൽ കയറൽ നിങ്ങളെ പണിയാണ്. ഞാൻ അങ്ങനെ വയ്യേൽപ്പിക്കും, പല പ്രലോഭനം തരും, അതിന് പല കാരണങ്ങളും ഉണ്ടാക്കും. അൽഗ്യാക്കിയും പിയാപ്പിളിയും ഇളയച്ചനും മൂത്തച്ഛനും മോനും ഒക്കെ നിമിത്തങ്ങളായി മാറുന്നതാണ്, ശിർക്കിലേക്ക് പോകാനുള്ള നിമിത്തങ്ങളായി മാറുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും സമ്മതിക്കരുത് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി, എൻ്റെ ദീൻ എനിക്ക് നന്നാക്കി തരണേ. ആരാ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ദീന് നന്നാക്കി തരണം. നമ്മൾ ഇക്കാലം വരെ ദീന് നന്നാക്കി തരണം എന്നല്ല പറയൽ, നല്ല ബിരിയാണി ആക്കി തരണം, നല്ല നെയ്ച്ചോറാക്കി തരണം, നോമ്പ് തുറക്കുമ്പോൾ എന്തുണ്ടാക്കിയാലും ഉപ്പും മുളും പുളിയൊന്നും മഞ്ചാരിയൊന്നും കുറയാണ്ട് നന്നാക്കി തരണം, എല്ലാവർക്കും ഇഷ്ടമാകുന്ന രൂപത്തിൽ അല്ലേ. ദീൻ നന്നാക്കണം എന്ന് പറഞ്ഞാൽ എന്താ ദീന് പറഞ്ഞാൽ? ദീന് പറഞ്ഞാൽ തൗഹീദ്, അത് നന്നാക്കി തരണം കേട്ടോ. അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം കേട്ടോ. ആ ദീനാണ് ഏത്? തൗഹീദാണ് എൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം, അത് നന്നാക്കി തരണം. അസ്ലിഹ് ലി ദുനിയായ, എൻ്റെ ദുനിയാവ് നീ നന്നാക്കി തരണം. അതെങ്ങനെ? സംഘർഷമില്ലാണ്ട്, പ്രയാസമില്ലാണ്ട്, ബുദ്ധിമുട്ടില്ലാണ്ട്. കോടിക്കണക്കിന് ഉറുപ്പ്യ വേണ്ട പടച്ചോനെ, വേണ്ട. കോടിക്ക് ഉറുപ്പ്യുള്ള ആളുകൾക്ക് സമാധാനമില്ല, ഓല ഉറങ്ങലുമില്ല, ഓല പൈസ എപ്പോഴാണ് പോകുക എന്നറിയില്ല. കോടി ഉറുപ്പ്യ വേണ്ട, നമുക്ക് എന്ത് മതി? മനസ്സമാധാനം മതി, പോരെ അല്ലേ? കുട്ടികളൊക്കെ നല്ല ദീനിയായിട്ട് വളരുക. കുട്ടികളൊക്കെ എഞ്ചിനീയറിങ് ഡോക്ടറും ഒന്നും പഠിച്ചുകൊണ്ടൊന്നും എന്തില്ല, ഒരു കാര്യമില്ല. ആളുകൾ പറയും അത് എഞ്ചിനീയറിങ് ഡോക്ടറൊക്കെ ആവാം. എങ്ങനെ ആവാം? ദീൻ ഉണ്ടായിക്കൊണ്ട്. ദീൻ ഇല്ലാണ്ട് ഒരു എഞ്ചിനീയറിങ് ഡോക്ടർ ഉണ്ടായിട്ട് നമുക്കൊരു പ്രത്യേക കാര്യമൊന്നുമില്ല. അപ്പോൾ ദുനിയാവും നന്നാക്കി തരണം. അല്ലദീ ഫീഹി മആശി, അവിടെയാണല്ലോ പടച്ചവനെ ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ദുനിയാവും നന്നാക്കി തരണം. അസ്ലിഹ് ലീ ഫീ ആഖിറത്തി, എൻ്റെ ആഖിറം പടച്ചവനെ നീ നന്നാക്കി തരണം. ആഖിറം നന്നായി തരണം എന്ന് എന്താ ആഖിറം? ആഖിറത്തിൽ ഒരൊറ്റ ദിവസത്തിൻ്റെ ആഖിറത്തിൻ്റെ ദൈർഘ്യം എത്രേ? 50,000 വർഷം. ഇവിടുത്തെ 50,000 വർഷമാണ് പരലോകത്തെ ഒരൊറ്റ ദിവസം കേട്ടോ. അവിടെ വെച്ചിട്ടാണ് ശിക്ഷിക്കാൻ പോകുന്നത്, അതെന്നെ ബലകര ശിക്ഷയാണ്. അതുകൊണ്ട് പടച്ചവൻ എൻ്റെ ആഖിറം നന്നായി തരണം. അല്ലത്തി ഫീഹാ മആദി, അവിടത്തേക്കാണല്ലോ പടച്ചവൻ എനിക്ക് മടങ്ങിപ്പോകാനുള്ള സ്ഥലം, അതുകൊണ്ട് ആഖിറം നന്നാക്കി തരണം. വജഅലിൽ ഹയാത്ത സിയാദത്തൻ ഫീ കുല്ലി ഖൈർ, പടച്ചവനെ ദുനിയാവിൽ ജീവിക്കും കാലം നന്മ ചെയ്ത് ജീവിക്കാൻ പടച്ചവനെ അനുഗ്രഹിക്കണേ. ജീവിക്കും കാലം, ഇതൊക്കെ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്. വൽ മൗത്തു റാഹത്തൻ ലീ മിൻ കുല്ലി ശർരിൻ, എല്ലാ തിന്മയിൽ നിന്നും സന്തോഷം നൽകുന്ന അവസാനത്തെ പ്രവർത്തനമാക്കണേ പടച്ചവനെ എൻ്റെ മരണം. എല്ലാ തിന്മകളിൽ നിന്നും റാഹത്താവണം.
അല്ലേ? അങ്ങനെ റാഹത്തായി പോകാൻ പ്രാർത്ഥിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, നിസ്കാരത്തിലൊക്കെ അല്ലേ? എപ്പോഴും പ്രാർത്ഥിക്കും. പക്ഷെ കന അറിഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കൽ അല്ലേ? നിങ്ങൾ സലാം വീട്ടാൻ നേരത്തെ അത്തയ്യാത്ത് കുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് സത്യത്തിൽ ഇരിക്കാൻ കിട്ടിയ സന്തോഷത്തിലല്ല നിങ്ങൾ ഇനി ഇവിടെ ഇരിക്കാലോ അല്ലേ? എന്നിട്ടങ്ങടിച്ച് അടിച്ച് മിനുക്കും എന്ത് പ്രാർത്ഥനകൾ. അത്തയ്യാത്തൊക്കെ വളരെ സ്പീഡിലാണ് അങ്ങനല്ലേ? ഇപ്പോൾ പടച്ചോനെ ഇടയിലിരുത്തത്തിലൊക്കെ ഇരുന്നിട്ട് റബ്ബി ഗുഫ്റിലി, പടച്ചോനെ പൊടുത്തുകൊണ്ട, ഉർഹം നീ എന്നോട് നീ കരുണ കാണിക്ക്, ഉർസുക്ക് നീ എനിക്ക് ഭക്ഷണം കൊണ്ടാ അല്ലേ? ഒരാൾ ഇങ്ങനെ വേർന്നു ഒത്തിരിക്കുകയാണെങ്കിലോ, ഭക്ഷണം കൊണ്ട പടച്ചോനെ, വാഫിന് എനിക്ക് സൗഖ്യം കൊണ്ട പടച്ചോനെ, ആരോഗ്യം കൊണ്ട പടച്ചോനെ, നമുക്ക് ഇടയിലിരുത്തത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എന്തുകൂടി വേണം അയാൾ? ഭൗതികമായി ചെയ്യേണ്ട പണിയൊക്കെ അയാൾ എടുക്കണം അല്ലേ? ഒരാൾ വെറുതെ പറയാ പടച്ചോനെ എനിക്ക് റബ്ബന ഹബലന ദുരിയത്തൻ തയ്യബ, നല്ല കുട്ടിനെ തരണേ എന്നൊരാൾ ദ്വാരക്കുക. ഏതാളാണ് ദ്വാരക്കേണ്ടത്? ഷറവ് ഭൗതികമായി ചെയ്യാൻ പറഞ്ഞ കല്യാണം കഴിച്ചതിന് ശേഷമല്ലേ? അത് കഴിക്കാണ്ട് ഒരാൾ പടച്ചോനെ എനിക്ക് സാലിഹായ സന്താനത്തെ തരണേ, അത് പ്രാർത്ഥനയാണോ? അല്ല. അപ്പോൾ എനിക്ക് പടച്ചോനെ ഭക്ഷണം കൊണ്ടാന്ന് പറഞ്ഞോ എന്ത് ചെയ്യണം? ഭൗതികമായി ജോലിക്ക് പോകണോ? അല്ലാണ്ട് ജോലിക്ക് പോകാണ്ട് ഉറുസുക്കിനി എന്താ അത് ഭാര്യ വീടോ? ഭാര്യ വീട്ടിൽ ചെന്നാൽ പൈസ കൊടുക്കാണ്ട് തിന്നാ എന്നാണ് പഴമക്കാർ പറയൽ. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താ എനിക്ക് അറിഞ്ഞൂടാ. പഴമക്കാർ പറയൽ പിയാപ്പിള വന്നിക്കണ് ഒന്നുമില്ല കൊടുക്കാൻ, മൂപ്പര് നേരം പെയ്യി വന്നാന്ന് പറഞ്ഞാൽ അടുത്ത പുരയതും കുറച്ച് കറി, അടുത്ത പുരയതും കുറച്ച് കറി, മറ്റേ പുരയതും കൂടി മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് രാജാവ് കറി ഉണ്ടാക്കി അതിന് കൊണ്ടുപോയി കൊടുക്കണം. അല്ല എന്ത് ചെയ്യും? ആ രൂപത്തിൽ അല്ല തരുമല്ലോ. ഭാര്യ ഇവിടെ അല്ലല്ലോ പഠിച്ചേ. അപ്പം എന്ത് വേണം? പണിക്ക് പോകണം. എടാ പണിക്ക് പോകൽ ഷറവ് ഭൗതികമായി നിശ്ചയിച്ചതാ. ഇനി പണിക്ക് പോയാൽ കിട്ടുമോ പൈസ? ഇല്ല. പണിക്ക് പോയാൽ കൈയും കാലം മുറിഞ്ഞിങ്ങോട്ട് വരും. പണിക്ക് പോയാലായിരിക്കും അപ്പോൾ കുറ്റം. അപ്പോൾ ആൾക്കാർ തുടങ്ങി നാളെ പോലെ ഞാൻ പണിക്ക് പോകില്ല, ഒക്കെ കാലൊക്കെ മുറിയാൻ കാരണം പണിക്കായതാ, ഒരേ കുത്തൊന്നിനും പോകില്ലായിരുന്നു. എന്താ കാരണം? അല്ല തീരുമാനിച്ചില്ല, ഭൗതികമായി നിശ്ചയിച്ചതാ. എന്ത്? പണിക്ക് പോവുക, കച്ചവടത്തിന് പോവുക, എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കണം എന്താക്കുന്നത്? ഒർസുക്കിനീന്ന് ചോദിക്കുന്നത്. വാഫിനി പഠിച്ചോനെ സൗഖ്യം കൊണ്ട ആരോഗ്യം കൊണ്ടാന്ന് ഒരാൾ പറയുക. എന്നിട്ടൊരാൾ തിന്നാണ്ടക്കുക, ആരോഗ്യം കൊണ്ട പഠിച്ചോനെ തിന്നാണ്ട്. വേറൊരാൾ ഉറങ്ങാണ്ടക്കുക, എന്നിട്ട് ആരോഗ്യം കൊണ്ട പഠിച്ചോനെ അല്ലേ? അങ്ങനെ ഇതാ ആഫിനി പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. അപ്പോൾ ഭൗതികമായി ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടേ പഠിച്ചവനോട് ദ്വാരക്കാൻ പാടുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ അത്തഹിയാത്തിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹിനോട് പറയുന്ന പ്രാർത്ഥന ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ അവിടെ നിന്നാണ് പറയുന്നുണ്ട്. കേട്ടോളി എന്താ പറഞ്ഞത്. നമ്മൾ അവസാനത്തെ പ്രാർത്ഥനയിലേക്ക് കിടക്കുക. തവറുക്കിൻ്റെ ഇരുത്തത്തിൽ അവസാനത്തെ സലാം വീട്ടുന്ന ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ ഗഫിർ ലി മാ ഖദ്ദംതു, പടച്ചോനെ നീ പറഞ്ഞ ദീനിൻ്റെ അപ്പുറത്ത് മറികടന്ന് ഞാൻ ചെയ്തു പോയതുണ്ടെങ്കിൽ പുറത്തു തരണം. ഞാനൊരുപാട് മറികടന്ന് നീ പറഞ്ഞത് എന്നെ മറികടന്ന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുമ്മ ഗഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു, പടച്ചോനെ നീ പറഞ്ഞതിലേക്ക് എത്താതെ പോയ കുറേ തിന്മകളുണ്ട് എൻ്റെ അടുത്ത്. എത്താണ്ടി ഞാൻ ചിലത് ചെയ്തിട്ടുണ്ട്, ചിലത് മറികടന്നും ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞതിൻ്റെ അപ്പുറം ചെയ്തിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞതിലേക്ക് എത്താണ്ട് പോയിട്ടുണ്ട്. എല്ലാം പുറത്തുകൊണ്ട് പടച്ചോനെ. പിന്നെ ഒമാ അസറർത്തു, പടച്ചോനെ ഞാൻ രഹസ്യമായിട്ട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, നാട്ടുകാരും അറിഞ്ഞില്ല, അത് നീ എനിക്ക് പുറത്തു തരണം. അങ്ങനെയുണ്ട് പ്രാർത്ഥന. സിറായിട്ട് ചെയ്തത് ഒമാ അസറർത്തു ഒമാ അയലന്തു, ഞാൻ ഒരുപാട് ഏലാൻ ചെയ്ത് പരസ്യമായിട്ട് ആൾക്കാരൊക്കെ അറിഞ്ഞൊരുപാട് തെറ്റുണ്ട്, അതും നീ എനിക്ക് പുറത്തുകൊണ്ട് പടച്ചോനെ. ഒരുപാട് സിറായി ചെയ്തിട്ടുണ്ട്, ഒരുപാട് പരസ്യമായി ചെയ്തു, ഒക്കെ പുറത്തുണ്ട്. പിന്നെ വമാ അസ്രഫ്തു, അതിര് കവിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വസ്ത്രത്തിൽ വന്നിട്ടുണ്ട്, ഭക്ഷണത്തിൽ വന്നിട്ടുണ്ട്, വീടുണ്ടാക്കിയപ്പം അതിര് കവിഞ്ഞിട്ടുണ്ട് അല്ലേ? അതല്ലേ? ഒരുപാട് അതിര് കവിയലുണ്ട്. അല്ല പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും അതിര് കവിഞ്ഞ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പുറത്തുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ചോദിച്ച് നമ്മൾ ഒന്ന് ഞാൻ മറികടന്ന് ചെയ്തത്, എത്താതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, അതിരുവിട്ട് ചെയ്തത്, വമാ അൻതായിലോ ബിഹി മിന്നി, ഇതെല്ലാം പടച്ചവനെ എന്നേക്കാൾ നീയാണല്ലോ അറിയുന്നവൻ. അറിയലുണ്ട് നിങ്ങൾ അത്തയ്യാത്തിരിക്കുമ്പോൾ ഈ പ്രാർത്ഥന നടത്തുന്നത്? ഇല്ല. കാരണം ആ അഹർത്തു എന്താ അറിയോ അതിന് കാരണം? അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. അപ്പോൾ ഇതെങ്ങാനും ലേശ സ്പീഡ് കുറഞ്ഞു പോയാൽ അത് വേറെ എവിടെയും പോയി എത്തും. അങ്ങനെ
അത്ര കറക്റ്റായിട്ട് ഇത് പോകില്ല. അപ്പം പിന്നെ മുമ്പ് ഒരാൾ അത്തയ്യാത്ത് ഓതിയിട്ട് പിന്നെ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നുള്ളതൊക്കെയാണ് അവിടെ എത്തിയത്. കാരണം കുറേ ആളിലെത്തിപ്പോയത് സ്പീഡ് കറക്റ്റ് അല്ലാണ്ട് ആരോ പറഞ്ഞു കൊടുത്തെങ്കിൽ ഇങ്ങനെ അത്തഹിയാത്തു അൽ മുബാറക്കാത്തു അസ്സലവാത്തു അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നിർത്തിയിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അത്തയ്യാത്തിലിരുന്ന് അത്തഹിയാത്തു അൽ മുബാറക്കാത്തു സലവാത്തു അത്തയ്യിബാത്തു എന്തേനി പടച്ചോനെ. അപ്പം പിന്നെ എന്താക്കിയാലോ ആദ്യത്തെ സ്പീഡിൽ നമുക്ക് ഒയാൾ പറഞ്ഞാലും ശരിയാവില്ല. അത്തയ്യാത്തൽ മുബാറക്കാത്തു അപ്പം വന്നും ചെയ്ത് സ്പീഡിൽ വന്നപ്പോൾ റെഡിയായി. സ്പീഡ് കുറഞ്ഞവൻ പോയി. മനസ്സിലായി? അപ്പോൾ ഒരു പഠിച്ച സ്പീഡുണ്ട്, അർത്ഥം അറിഞ്ഞിട്ട് പഠിച്ചതുമല്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓരോ പദവും അതിൻ്റെ അർത്ഥവും വളരെ കൃത്യമായി വിശകലനം ചെയ്ത് എന്താണ് പറയുന്നത് എന്ന ബോധത്തോടു കൂടിയിട്ട് സലാം വീട്ടിയാൽ കരഞ്ഞു പോകും. ഇത് അതിനൊന്നല്ലല്ലോ. ഇത് നമ്മളോരോ പണി അയച്ച് അല്ലാഹു അക്ബർ ലുഹർ കഴിഞ്ഞ് ഇനി അസർ നോക്കാം, അസർ കഴിഞ്ഞ് ഇനി മഗ്രിബ് നോക്കിയാൽ ഇഷ അങ്ങോട്ട് കഴിഞ്ഞാൽ സമാധാനമായി ഇനി കിടന്നുറങ്ങാമല്ലോ, ഇനി നേരം വെളുക്കൊന്ന് നോക്കിയാൽ മതിയല്ലോ. ഇത് ചില്ലറൊരു പണിയല്ല അല്ലേ? വല്ലാത്തൊരു പ്രയാസത്തിലാണ് നമ്മളിൽ. അതിന് പകരം നമ്മൾ ബാക്കി ഒരുപാട് തെറ്റ് നമ്മളെടുത്തുണ്ട്. ആ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് നമ്മൾ മനുഷ്യനാണ്, മനുഷ്യൻ തെറ്റിയെന്ന് അള്ളാഹ്ക്കറിയാം, അള്ളാഹ്ക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണല്ലോ ഈ പ്രാർത്ഥന. ഒരു തെറ്റ് ചെയ്യാത്ത നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചു കൊടുക്കല്ല. നിരവധി തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും വരുന്നുണ്ട് ഇല്ലേ? വരില്ലേ? ഉമ്മാനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ മിണ്ടാണ്ടെത്തുന്നോളി എന്ന് പറഞ്ഞാൽ മോള് പറഞ്ഞാൽ തെറ്റല്ലേ? ആ അമ്മാൻ്റെ മനസ്സ് വേദനിക്കൂലേ? ഓളത്രയും കാലം പോറ്റി വളർത്തിയിട്ട് ഓളൊരു കാര്യം വന്നപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞതിന് മിണ്ടാണ്ടിരുന്നോളി നിങ്ങൾ തള്ളേന്ന് വരെ വിളിച്ചാലോ? അതിൻ്റെ കൂടുതൽ എക്സ്ട്രാ ഫിറ്റിങ്സ് തള്ളയും കൂടി ഉണ്ടെങ്കിലോ? വെറും വെറുപ്പിക്കണ തള്ള പോരെ? ഇനി അതിൽ കൂടുതൽ വേണോ ഷെറ് വരാൻ? മക്കൾക്കാർക്കും മാതാപിതാക്കളൊന്നും ആവശ്യമില്ല. ഓൽക്ക് ചവിട്ടി സ്റ്റെപ്പ് കയറി പോകാനുള്ള ഒരു സ്റ്റെപ്പ് മാത്രം അമ്മയും ബാപ്പി അറിയണം. പക്ഷെ എല്ലാ മക്കളും അല്ല. ദീനുള്ള മക്കൾക്ക് അതല്ല കേട്ടോ. ദീനുള്ള മക്കളുടെ പൊന്നാണ്, അവരുടെ തങ്കമാണ്, അവരുടെ പരലോകത്തെ ഏറ്റവും വലിയ മുതലാണവർ. അതാണ് റസൂലുള്ള പറഞ്ഞത്. റഹിമാൻഫുൻ എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ള പറഞ്ഞില്ലേ? ശപിക്കട്ടെ മാതാപിതാക്കളെ കയ്യിൽ കിട്ടിയിട്ടും സ്വർഗം കിട്ടാതെ പോയ മഹാദുർഭാഗ്യവാൻ നശിക്കട്ടെ എന്നാണ് റസൂലുള്ള പറഞ്ഞത്. നമ്മളൊക്കെ ചിലവരൊക്കെ അമ്മനും ബാപ്പനും നോക്കിയാൽ തന്നെ മക്കൾ പറയല് ഇൻ്റോടെ തന്നെ പോകൂലാരുടെ അർത്ഥം എന്താ അറിയാം? പോകായിട്ട് ഇടകറായിക്കുന്ന പോകൂല, ഞാൻ തന്നെ വേണം. മരിച്ചാൽ അതൊക്കെ പറയട്ടോ, ഞാൻ അറിഞ്ഞു നോക്കണ്ടല്ലോ. എനിക്കും അങ്ങനെ തന്നെ ഉമ്മനോട് ഉമ്മ പോകരുത്. പിന്നെ മരിച്ച ശേഷം മോളെ വർത്താനം ഇടങ്ങറാക്കാണ്ട് ഉമ്മ പോയല്ലോ, സന്തോഷമായി. അതുപോലൊക്കെ അമ്മക്കും പോകാൻ കഴിയണേന്ന്. അപ്പം തന്നെ പഠിച്ചോനെ ഡിലീറ്റ് ചെയ്താളെ വെറുതെ പറഞ്ഞതാ. ആക്കും ഡിലീറ്റ് ചെയ്താണ്ട്, കാരണം അറിയാണ്ട് വെറുതെ ഒന്ന് പറഞ്ഞു പോയതാണ്. അങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടേത്. ആർക്കും അവിടെ പോകാൻ പൂതി. ഇവിടെ ആർക്കും ഉമ്മനും വേണ്ട, വാപ്പനും വേണ്ട, ആർക്കും സേവനം ചെയ്യണ്ട. എല്ലാവർക്കും വേണ്ടിയത് അവനാൻ്റെ തടി കേട്ടോ. ചെറിയ മക്കൾ വരെ ഇപ്പം അങ്ങനെ. മോളെ ആ ചെരുപ്പ് നിർത്തിച്ചോളി, നിങ്ങൾ എടുത്തോളി. അപ്പം ഉമ്മ എന്താണ് ഇത്ര ചെറിയതിനോടൊരു ചെരുപ്പ് എടുത്തേക്കാൻ പറഞ്ഞിട്ട് പോലും എടുത്തേക്കണില്ല. അപ്പോൾ എന്താ നിങ്ങൾക്ക് എടുത്തുവെച്ചാൽ അടുത്ത ചോദ്യം അല്ലേ? അങ്ങനല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് കുട്ടികൾ വളരുന്നത്. അത് വളർന്ന് അതേമാതിരി തന്നെ വളർന്ന് ഓമനത്തോടു കൂടി കെട്ടിച്ചയച്ച് എല്ലാ വണ്ടിയും വലിയും സഹിക്കേണ്ട അവസ്ഥ വീണ്ടും മാതാപിതാക്കൾക്ക് തന്നെ. മരിക്കുമ്പോൾ പോലും സമാധാനത്തോടെ മരിക്കാൻ കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് വളരെ ബോധത്തോടുകൂടി പ്രാർത്ഥിക്കുക. നിങ്ങൾ പടച്ചവനോട് കഴിഞ്ഞു പോയതും എല്ലാം കേട്ടോ. പിന്നെ തീർന്നില്ല, എന്നിട്ട് പിന്നീട് പറഞ്ഞെന്താ അറിയുക? ഇന്നക്കാൻതൽ മുഖദ്ദിം വാൻതൽ മുഅഖിർ, നീ ആദ്യമുള്ളവനാണ്, അനാദ്യനാണ്, നീ എപ്പോഴുമുണ്ട്. ആദ്യവും അവസാനവും പടച്ചവനെ നീണ്ട്. എൻ്റെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും ഞാൻ തുടങ്ങിയപ്പോഴുണ്ട്, ഞാൻ അവസാനിപ്പിക്കുമ്പോണ്ട്, ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ നീണ്ട് എൻ്റെ കൂടെ. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ് വീണ്ടും ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധ്യനില്ല. ഇതെന്താ ആ ക്ലോസ്? ഇതുള്ളവർക്കേ ഈ പ്രാർത്ഥന അന്ന് എടുക്കുകയുള്ളൂ. ഈ പ്രാർത്ഥന എടുക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലാ അൻത, അള്ളാഹു അല്ലാതെ ഒരു പ്രാർത്ഥനക്കർഹൻ മറ്റാരുമില്ല. തവക്കുൽ ചെയ്യാൻ ആരുമില്ല. സത്യം പറയാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. നേർച്ചയാക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലാ അൻത,
പടച്ചവനെ നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല, ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, പടച്ചവനെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ. തയ്യാത്തിലിരുന്നിട്ട് പ്രാർത്ഥിക്കുക ഖബറിലെ ശിക്ഷയിൽ നിന്ന്. ഖബറിന് നമ്മളുടെ രണ്ട് വാരിയെല്ലും തമ്മ് കോർക്കും വിധം അള്ളാഹു ഖബറിനെ കൊണ്ട് അടുപ്പിക്കും. ഖബറിൽ മയ്യത്ത് വെച്ചാൽ കേട്ടോ, അങ്ങനെ ഖബറിലേക്ക് മയ്യത്ത് വെച്ചാൽ ഭൂമി ഇങ്ങോട്ട് അടുക്കും. അങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിക്കും. എല്ലാ രണ്ട് വാരിയെല്ലും അപ്പുറം ഇപ്പുറം കോർത്തിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പടച്ചവനോട് ഖബറിൽ വിശാലത നൽകാൻ വേണ്ടിയിട്ട് തസ്ബീഹിൻ്റെ പ്രാർത്ഥനയിൽ മയ്യത്ത് മറാടി നിന്നിട്ട് പ്രാർത്ഥിക്കുന്നത്. ഏതായിരുന്നാലും ഖബറിനെ വിശാലതപ്പെടുത്തി കൊടുക്കണം, ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഒമിൻ അദാബിന്നാർ, നരകശിക്ഷയിൽ നിന്നും. അപ്പോൾ സദാസമയവും നരകശിക്ഷയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും. വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹിയ, ഇഹലോക ജീവിതത്തിലെ പരീക്ഷണത്തിൽ നിന്നും. ഇഹലോകത്ത് എന്തെല്ലാം പരീക്ഷണമുള്ളത്. അപ്പം ഒമിൻ ഫിത്നത്തിൽ മഹിയ എന്ന് പറയുമ്പോൾ കുറച്ച് നേരം നിന്ന് പിന്നെ പറഞ്ഞാൽ മതി അടുത്തത് കേട്ടോ. അത്ര പരീക്ഷണമല്ലേ ഇല്ലേ ഉണ്ട്. ജീവിതം ഇങ്ങനൊന്നും അല്ലായിരുന്നു നിങ്ങളാരും വിചാരിച്ചത് അല്ലേ? അല്ല, അവസാനം ഇപ്പം അതെല്ലാം കഴിഞ്ഞ് ഇപ്പം മെഴുകുതിരി കത്തിത്തീരാനായി, ഏകദേശം പോകാനുമായി. ഇനി നിസ്കാരക്കുപ്പായും 3 തുണിയൊക്കെ വാങ്ങിയേക്കാൻ ടൈമായി അല്ലേ? നിങ്ങളൊക്കെ വാങ്ങിച്ചില്ലേ? നിങ്ങളെ വലിപ്പം കണക്കാക്കിയിട്ട് ഒരു മുഴ അധികമായിട്ട് മുറിച്ച് വെച്ചേക്കേണ്ടി. എന്നാൽ ആരും പോണ്ടല്ലോ, പിന്നെ എപ്പോഴും കാണും ചെയ്യുക അവസാനം ഇടാനുള്ള ഡ്രസ്സ്. നല്ലതാ. അപ്പോൾ ഈ അത്തയ്യാത്തിൽ ഇരുന്നിട്ട് പടച്ചവനോട് പറയുന്നത് എന്താണ്? അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത്, മരണത്തിൻ്റെ പരീക്ഷണം. അതതിൻ്റെ അങ്ങേപ്പറ. മരണത്തിനുണ്ടല്ലോ ഒരു പരീക്ഷണം. കാഷ്ടിച്ച് മൂത്രിച്ച് സ്കലിച്ച് അല്ലേ? എന്താ നിങ്ങൾ പറയുന്നത്? ഇതങ്ങോട്ട് റൂഹ് അങ്ങോട്ട് കൊണ്ടോണ്ടേ. മലക്കിങ്ങനെ അപ്പുറത്ത് നിന്നിട്ട് പറയും, തൊടൂല ഞാൻ, അറപ്പുള്ള സാധനം തൊടൂല ഞാൻ. അഖ്രിജു അംഫുസക്കും, സ്വയം പുറത്താക്ക്, എൻ്റെ ആരോഗ്യം ഉപയോഗിച്ച് പുറത്താക്ക്, ഞാൻ തൊടൂല കൈകൊണ്ട്. ഈ മ്ലേച്ഛമായ ആത്മാവിനെ തൊടാൻ മലക്കുകൾ, പവിത്രരായ മലക്കുകൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവർ പുറത്താക്കടോ എന്നറിയും കേട്ടോ. മറ്റത് അല്ലാഹു തന്നെ വന്ന് എടുത്തു കൊണ്ടുപോകും കേട്ടോ. ഇതൊക്കെ മരണത്തിൻ്റെ പരീക്ഷണം, ജീവിതത്തിൻ്റെ പരീക്ഷണം. ജീവിതത്തിൻ്റെ പരീക്ഷണമൊക്കെ തന്നെ ഒടുക്കാത്ത പരീക്ഷണം അല്ലേ? ഭർത്താവ് പരീക്ഷണം, മക്കൾ പരീക്ഷണം, കുടുംബം പരീക്ഷണം, ബാപ്പ പരീക്ഷണം, ഉമ്മ പരീക്ഷണം, എല്ലാവരും പരസ്പരം പരീക്ഷണങ്ങൾ ഒരുപാടുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് അള്ളാഹു വിചാരിച്ചാലോ ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിഞ്ഞ് നല്ല സന്തോഷമായിട്ട് കഴിയും. അപ്പോൾ ഒരൊറ്റ അത്തയ്യാത്ത് ജീവിതത്തിൽ നടത്തിയാൽ തന്നെ, നടത്തുമ്പോൾ നടത്തിയാൽ അള്ളാഹ് സ്വീകരിക്കുക കൂടി ചെയ്താൽ എന്തായി? നമ്മൾ അത്തയ്യാത്തിലിരിക്കുമ്പം ആലോചിക്കുക എന്താ അറിയോ? ഇന്ന് പുട്ടാണോ പത്തിരിയാണോ നോമ്പറക്കുമ്പോൾ ഉണ്ടാക്കേണ്ടത്? ഇന്നലെ എന്താ ഉണ്ടാക്കിയത്? ഇത് മറ്റേ ഇങ്ങനെ ഓർമ്മ. അപ്പം ഇതിങ്ങനെ പിന്നെ ഇന്നലെ എന്താ ഉണ്ടാക്കി? ഇന്നലെ കോഴി മുളകിട്ടല്ലേ. എന്നും മുളകിടണ്ട, എന്നും മുളകിടുന്നതാണ് ഇപ്പം വലിയ ബുദ്ധിമുട്ട്. അതിലിടക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതല്ലേ നിങ്ങൾ അത്തയ്യാത്ത്? ഏകദേശം അസറിൻ്റെ അത്തയ്യാത്ത് എന്തായാലും ഇതായിരിക്കും. എന്താ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, മൗലവി ആ നിലക്കൊന്നും ഞങ്ങൾ ചിന്തിക്കില്ല, ഞങ്ങൾ തീർത്തും അള്ളാഹുവിലേക്ക് അങ്ങോട്ട് മുറിഞ്ഞു വീഴലാണ് നിസ്കാരത്തിൽ. അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഇല്ല. അപ്പോൾ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ പോലും നമ്മളില്ല. ജീവിതത്തിൻ്റെ പരീക്ഷണം ചോദിക്കുമ്പോൾ അറിയുന്നില്ല. മരണത്തിൻ്റെ പരീക്ഷണം ചോദിക്കുന്നു, അപ്പോഴറിയുന്നില്ല. ഒമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ദജ്ജാലിൻ്റെ ഉപദ്രവത്തിൽ നിന്നും പരീക്ഷണത്തിൽ നിന്നും അള്ളാഹുവേ എന്നെ നീ രക്ഷിക്കണേ. അങ്ങനെ നമ്മളുടെ രക്തം ഓടുന്നിടത്തോടൊക്കെ ബലം ഇങ്ങനെ ഓടുകയാണ് അള്ളാൻ്റെ അടുത്ത് നിന്ന് വിടാൻ. അള്ളാനെ വിടാൻ വേണ്ടിയിട്ട് ഓൻ നമ്മളെ പിന്നാലെ കൂടുകയാണ്. അതിൽ നിന്നൊക്കെ പടച്ചോനെ നീ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ദുരിതങ്ങളൊക്കെ വേട്ടാടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കഷ്ടപ്പാട് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പ്രത്യേക പ്രാർത്ഥന, അത് കേട്ടോളൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ് റസൂലുള്ള പഠിപ്പിച്ചതായിട്ട്. എന്താ പ്രാർത്ഥന എന്ന് കേട്ടോളൂ. മാ ഖാല അബ്ദുൻ ഖത്ത് ഇദാ അസാബഹു ഹമ്മുൻ ഔ ഹുസുനുൻ, ദുഃഖമോ പ്രയാസമോ സംഘട്ടനങ്ങളോ വരിഞ്ഞുമുറുക്കലുകളോ മാനസിക പീഡനങ്ങളോ അനുഭവിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചിട്ടില്ല, ഒരടിമയും പ്രാർത്ഥിച്ചില്ല. മാ ഖാല അബ്ദുൻ ഖത്ത് ഇദാ അസാബഹു ഹമ്മുൻ ഔ ഹുസുൻ, ദുഃഖമോ പ്രയാസമോ സംഘർഷങ്ങളൊക്കെ വരുമ്പോൾ ഈ പ്രാർത്ഥന നടത്തിയതുപോലെ ആദ്യം പറയേണ്ട പ്രാർത്ഥന ഇങ്ങനെ ഉണ്ടായാൽ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിൻ്റെ ദാസനാണ്. അതിന് യോഗ്യത ഉണ്ടാവണം.
അതാണ് ഞാൻ ജിന്നിൻ്റെ അടുത്തേക്കും പിണ്ണാക്കിൻ്റെ അടുത്തേക്കും പോകണ്ട അറിഞ്ഞതിന് കാരണം കേട്ടോ. ഒന്നും വിടണ്ട, ഞാൻ തീർത്തും പടച്ചോനെ നിൻ്റെ ദാസനാണ്, കഷ്ടപ്പെടുകയാണ്. ആ സമയത്താ പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അബ്ദുക വ ഇബ്നു അബ്ദിക, നിൻ്റെ ഒരു ദാസൻ്റെ മകനാണ് ഞാൻ, നിൻ്റെ ദാസനാണ്, നിൻ്റെ ഒരു ദാസൻ്റെ മകനാണ്. വ ഇബ്നു അമത്തിക, നിൻ്റെ ഒരു ദാസിയുടെ മകനാണ്, നിൻ്റെ ദാസിയുടെ നിൻ്റെ ദാസൻ്റെ ഒരു മകനാണ്. നാസിയത്തി ബിയദിക, എൻ്റെ നിയന്ത്രണം മുഴുവനും പടച്ചവനെ നിന്നിലാണ്. ആദ്യം പടച്ചോനെ, ആരാണ് പടച്ചോൻ, ഞാൻ ആരാണെന്ന് ആദ്യം പറഞ്ഞു അല്ലേ. ഞാൻ നിൻ്റെ അടിമയാണ്, നിൻ്റെ അടിമയുടെ മകനാണ്, നിൻ്റെ ദാസിയുടെ മകനാണ്, ഒരു പെണ്ണിൻ്റെ മകനാണ്, നീ സൃഷ്ടിച്ചൊരു പെണ്ണിൻ്റെ മകനാണ്. ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു പടച്ചോനെ എൻ്റെ നിയന്ത്രണം മുഴുവൻ നിൻ്റെ കയ്യിലാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്കുള്ള മുഴുവൻ നാമങ്ങളെയും മുൻനിർത്തി പടച്ചവനെ ഞാൻ എന്താ ചോദിക്കുകയാണ്. ആദ്യം പടച്ചവൻ്റെ നാമങ്ങൾ, എത്ര നാമമുണ്ട്? ഒരൊറ്റ ഹദീസിൽ നബി അള്ളാഹുവിന് 99 നാമം പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ഹദീസിൽ, അത് നിങ്ങൾ ഇവിടെ താഴത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ ഒരൊറ്റ ഹദീസിൽ വന്ന 99 നാമം ഇവിടെ താഴത്തുണ്ട്, ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 99 നാമം എന്നല്ല അള്ളാഹ്ക്കുള്ളത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹ്ക്ക് നല്ല നല്ല പേരുകളുണ്ട്, അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ആ പേരുകൾ മുൻനിർത്തി എല്ലാ പേരും, റഹ്മാൻ അള്ളാഹിൻ്റെ പേരാണ്, റഹീം അള്ളാഹിൻ്റെ പേരാണ്, ലത്തീഫ് അള്ളാഹിൻ്റെ പേരാണ്, ഖബീർ അള്ളാഹിൻ്റെ പേരാണ്, സമീ അള്ളാഹിൻ്റെ പേരാണ്, ഖുദ്ദൂസ് അള്ളാഹിൻ്റെ പേരാണ്, ജബ്ബാർ അള്ളാഹിൻ്റെ പേരാണ് അല്ലേ, അങ്ങനെ മജീദ് അള്ളാഹിൻ്റെ പേരാണ്, അങ്ങനെ ഒരുപാട്. ഈ പേരുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, ഈ പേരിൻ്റെ എല്ലാം അർത്ഥം ആഴം ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചവനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അതോടൊപ്പം സമ്മൈത ബിഹി നഫ്സക, നീ സ്വന്തം നിനക്ക് വെച്ച പേരുകളുണ്ട്, അതിനെയും മുൻനിർത്തിക്കൊണ്ട്. ഔ അൻസൽതഹു ഫീ കിതാബിക, പടച്ചവനെ നിൻ്റെ വേദഗ്രന്ഥത്തിൽ നീ പറഞ്ഞ നിന്നെപ്പറ്റി പറഞ്ഞ കുറേ പേരുകളുണ്ട്. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, നിൻ്റെ സൃഷ്ടികളിൽ നിന്ന് പല പ്രവാചകന്മാരിലൂടെയും നീ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങളുണ്ട്. ആ പേരുകളെല്ലാം വെച്ചുകൊണ്ട് പടച്ചവനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. കേട്ടോളൂ എന്താണ് ഞാൻ ചോദ്യം. അൻ തജ്അലൽ ഖുർആന റബിയ ഖൽബി, എൻ്റെ മനസ്സിൻ്റെ വസന്തമാക്കണേ വിശുദ്ധ ഖുർആൻ. വസന്തം തന്നെ ഏതാ കാലം? വലിയ രോഗമൊന്നുമില്ലാത്ത നല്ല സമയം അല്ലേ. അതുപോലെ എൻ്റെ ജീവിതത്തിന് എപ്പോഴും സമാധാനം നൽകുന്ന വസ്തു വിശുദ്ധ ഖുർആൻ ആക്കണേ. പ്രയാസം വന്നാൽ അപ്പം നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ഇതൊക്കെ ചെയ്യേണ്ടത്. കള്ളുടിക്കാൻ പോവുകയല്ല, പാട്ടാടുകയല്ല. മനസ്സിലായേ? നിങ്ങളൊക്കെ പിയാപ്പിളാർക്ക് പൈസ ഇല്ലാണ്ട് കുടുങ്ങിയാൽ നിങ്ങളെ പിയാപ്പിളാർ കൊലായിക്കൂടൊക്കെ നടന്നിട്ട് പാട്ടാടും അല്ലേ. പാട്ടാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടോ ആയി നിൽക്കുന്നു അല്ലേ. അപ്പം നിങ്ങളെന്താ പറഞ്ഞത്? ആ ഖുർആൻ എടുത്ത് ഓതിക്കോളിന്ന്, 2 റക്അത്ത് സുന്നത്ത് സ്കെച്ച് പഠിച്ചോണ്ട് പറഞ്ഞോളി, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് വേണ്ടേ? വേണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളെ നേരെ കുറേ അടി ചാടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എവിടോ പാളിയിട്ടുണ്ട് അല്ലേ. കുറേ നിങ്ങളെ നേരെ ചാടുക. കാരണം അങ്ങാടി തോറ്റാൽ അടുക്കളയിൽ ഒരു പ്രമാണം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭർത്താക്കന്മാർ അങ്ങാടിയിൽ നിന്നൊക്കെ തോറ്റ് പടച്ചോൻ തോൽപ്പിച്ച് ഇവിടെ കൊടുന്ന് ഇവിടെ പുരയെ കൊടുന്ന് നോക്കുമ്പം ജയിക്കാനുള്ള ആകുള്ള ഒരു സ്ഥലം നിങ്ങളാണ്. അപ്പം നിങ്ങളെ നേരെ കണ്ട് കുതിര കയറും, കാര്യമില്ല കേട്ടോ. നിങ്ങൾ നേരെ കുതിര കയറുന്ന പകരം എന്താ പ്രാർത്ഥിക്കേണ്ടത്? അൻ തജ്അലൽ ഖുർആന റബിയ ഖൽബി വ നൂറ സദ്രി, എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാക്കണേ പടച്ചവനെ ഖുർആനെ. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ മനസ്സിൽ ഇങ്ങനെ പ്രകാശം തരാൻ തുടങ്ങും. അപ്പോൾ ഈ സംഘർഷമൊക്കെ ഇങ്ങനെ അയഞ്ഞു പോകും, അള്ളാഹു ഇങ്ങനെ അയക്കും. ഇതൊന്നൊക്കെ താങ്ങാനുള്ള ശക്തി അള്ളാഹു തരും. അതാണ് വസന്തമാക്കണം. എന്നാലോ വ ജലാ അഹുസ്നി, എൻ്റെ ദുഃഖങ്ങൾക്ക് പടച്ചവനെ ഖുർആൻ കൊണ്ട് പരിഹാരമാക്കണേ. പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ, ഞാൻ ആദ്യം ഇന്നാളാണെന്നും അള്ളാഹിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് പറയുന്നു ഇല്ല അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മഹു, അവൻ്റെ ദുഃഖത്തെ, മനക്ലേശത്തെ, അവൻ്റെ പിരിമുറുക്കത്തെ അള്ളാഹു പോക്കാതിരിക്കൂല. ഇല്ല അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മഹു, പോക്കുകയാണോ മാത്രമാണോ ചെയ്യുന്നത് ഈ പ്രാർത്ഥന നടത്തിയാൽ? അല്ല. വ അബ്ദലഹു മക്കാന ഹുസ്നിഹി ഫർഹ, അവൻ്റെ ദുഃഖത്തിൻ്റെ സ്ഥാനത്ത് പടച്ച തമ്പുരാൻ സന്തോഷം പകരം നൽകും. കേട്ടോ, നമ്മൾ ദുഃഖിച്ചതിന് പകരം സന്തോഷം തരും കേട്ടോ. അറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന അങ്ങോട്ട് കേട്ടപ്പോൾ റസൂലുള്ളാഹിൻ്റെ സഹാബത്ത് ചോദിച്ചു റസൂലുള്ളാഹിനോട്, യാ റസൂലല്ലാഹ് യംബഗി ലനാ അൻ നതഅല്ലമ ഹൗലായിൽ കലിമാത്ത്, ഈ പ്രാർത്ഥന പഠിക്കൽ അനിവാര്യമാണോ റസൂലേ ഞങ്ങൾക്ക്? റസൂലുള്ള പറഞ്ഞു, കാല അജൽ, തീർച്ചയായും നിങ്ങൾ പഠിക്കണം. യംബഗി ലിമൻ സമിയഹുന്ന യതഅല്ലമഹുന്ന, കേട്ടോലൊക്കെ ഈ പ്രാർത്ഥന പഠിച്ചോളി.
ആരോടാ അത് പറയുന്നത്? റസൂലുള്ളാഹിൻ്റെ തൻ്റെ സഹാബത്തിനോട് കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കണം. ആ നിലക്ക് ജീവിതത്തിൽ ഇതാണ് ഇങ്ങനെ പ്രശ്നം. ടൈം ഇങ്ങനെ പോയി പോവുക. നമ്മളിതിങ്ങനെ മാനസിക സംഘർഷം കുറേശ്ശെ കുറച്ച് കൊണ്ടുവരുമ്പോഴേക്കും ടൈം നമ്മളെ കയ്യിൽ കെട്ടിയ വാച്ച് സെക്കൻഡുകളെയും മൈക്രോൺ സെക്കൻഡുകളെയും തിന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്രോൺ ഒരു സെക്കൻഡിനല്ല, മൈക്രോൺ സെക്കൻഡിനെയും കൂടി തിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ കിടന്നാലും കിടക്കാത്ത ആളാണ് നമ്മളെ വാച്ച്, നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങാത്ത ആളാണ് വാച്ച് അല്ലേ? ഞാനിപ്പോൾ പ്രസംഗിച്ചാലും ഞാൻ പ്രസംഗിച്ചില്ലെങ്കിലും മൂപ്പര് യാത്രയാണ് അല്ലേ? ഞാൻ മരിച്ചെടുക്കുമ്പോഴും മൂപ്പര് നിൽക്കണില്ല, മൂപ്പരെ പണി മൂപ്പരെടുക്കും അല്ലേ? അതുകൊണ്ട് സമയം ദൈർഘ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും വേണ്ടില്ല, ഒരു രണ്ടു കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മളുടെ മനസ്സിൽ ഉരുണ്ടുകൂടുന്ന ഒരുപാട് സംഘർഷങ്ങൾ ഉരുണ്ടുകൂടുക, ഒന്നുമില്ലാണ്ടക്കുമ്പോൾ പെട്ടെന്ന് കാണൊരു ഫോണ്, ഹലോ എളാമക്ക് വെയ്യ. എളാമക്ക് വെയ്യ എന്ന് പറഞ്ഞാൽ രോഗം സഹിക്കേണ്ട എളാമയാണ്. ഇനി പോണ്ടിയതോ ആ രോഗം സഹിക്കുന്ന എളാമനേക്കാളും പ്രയാസമാണ് ഈ ഫോൺ എടുത്താക്ക്. എന്താ കാരണം? ഇനിയിപ്പോൾ ആസ്പത്രിയിൽ പോയി നിൽക്കേണ്ടി വരുമോ, ചോറ് ഞാൻ കൊണ്ടുപോണ്ടി വരുമോ, ചോദിക്കറിയാം. എളാമക്ക് ആരും ഇല്ലാത്തതാണ്, വെറുതെ ആയിരിക്കില്ല അങ്ങോട്ട് വിളിച്ചത്. അത് തന്നെ പോരെ ദുഃഖം. പടച്ചോനെ ഒരു കൂലിട്ടാനുള്ള ടൈമായി ഇതാരെയും വിചാരിക്കല്ലോ ഇല്ല. ഇനിയിപ്പോൾ ടിപ്പി ബാത്രേറ്റ് ഈ റമളാനിന് ഞാൻ നടക്കുള്ള നോമ്പും നോറ്റിട്ടുള്ള ഉരുണ്ടുകൂടാൻ വലിയ പണിയൊന്നുമില്ല. സംഘർഷം ഉരുണ്ടുകൂടാൻ എതിലേങ്കിലും പോണ ഒന്നുമില്ലാണ്ട് നിൽക്കുക. നല്ല ഹരാവരായി നിൽക്കുമ്പോണ്ട് കുട്ടികൾ സ്കൂളിട്ട് ഒരുത്തൻ വരുമ്പോൾ സൈക്കിൾ കെട്ടിയിട്ട് മോൻ്റെ കാല് ഇല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് പോരെ, ഉരുണ്ടുകൂടാൻ വല്ല പണിയുണ്ടോ? അപ്പം മനസ്സിലേക്ക് പ്രയാസങ്ങൾ ഉരുണ്ടുകൂടാൻ ഒരു പ്രയാസമില്ല. അതൊക്കെ നമുക്കിങ്ങനെ നിത്യമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിലാണ് മൂപ്പർക്ക് ഒരു ചെറിയ അറ്റാക്കിൻ്റെ ഒരു സൗണ്ട് ഉണ്ടോ ഇല്ലേന്ന് തീർന്ന് നിങ്ങളെ കഥ കഴിഞ്ഞ്, തവക്കുലി കഴിഞ്ഞ്, പടച്ചോനെ വിട്ട് പിന്നെ കരഞ്ഞ് നിഴലിക്കലാ. എന്തിനും അറിയോ? ഇതിങ്ങനെ കിട്ടാൻ, ഇതിങ്ങനെ ശരിയാ ദുനിയാവുക്ക് കിട്ടാൻ അല്ലേ? അപ്പം ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ വന്നു മൊറയൂരിൽ നിന്ന്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണ്. കഴിഞ്ഞ റമളാനിന് എന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അറിയില്ലായിരുന്നു, കിഡ്നി ഫെയിലിയറായിപ്പോയി, ഇന്ന് രാവിലെ മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പോൾ എനിക്ക് പോകാൻ കഴിയാതിരുന്നത്, എനിക്ക് പോകാൻ അത്യാർത്ഥിയുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ക്ലാസ് ഇവിടെ ഉണ്ടായതിനെ കൊണ്ട് ഞാൻ പോകാതിരുന്നത്. അതിനേക്കാൾ വലിയൊരു പ്രതിഫലം കിട്ടുന്ന ആൾ, ഞാനൊരു മയ്യത്ത് സ്കരിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രാർത്ഥന ഞാൻ ആ സമയം മുതൽ ഈ സമയം വരെ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പഠിപ്പിച്ചു എന്നുള്ളവർക്ക് മാത്രമല്ല, എൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ അടിക്കൊന്നൊരു കണക്കും ഉണ്ടാവില്ല. ഞാൻ ഭയങ്കര അടിയനായ അധ്യാപകനെ മുമ്പ്, അപ്പം സാധു ആയതാ. അത് തന്നെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല പഠിക്കുന്നവർക്ക്. അത്ര വലിയ സാധു ഒന്നല്ല എപ്പോഴും. നമ്മൾ അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അടിക്കാത്തത് എല്ലാവരുടെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ അവനെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ 7ാം ക്ലാസ്സിലൊക്കെയാണ്, 7th സ്റ്റാൻഡേർഡിലും 8th സ്റ്റാൻഡേർഡിലൊക്കെ ഉള്ള സമയത്താണ്. അപ്പോൾ വല്ലാത്തൊരു പ്രയാസത കേട്ടപ്പോൾ ഉണ്ടായി. ഞാൻ പ്രയാസപ്പെട്ടൊരു കാര്യമില്ലല്ലോ. അള്ളാഹു വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു, പരലോകത്ത് മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇതുപോലെ പോയിട്ടുണ്ട്. അള്ളാഹു അവർക്കും മാപ്പും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജീവിതത്തിൻ്റെ ഏത് പ്രശ്നം ഉണ്ടായാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് അള്ളാനെ വിടാത്തൊരു വ്യക്തി എന്ത് സംഘർഷം നിങ്ങളെ നേരെ ഉരുണ്ട് കൂടിയാലും രക്ഷപ്പെടാൻ കഴിയും കേട്ടോ. ഞാൻ ഒരു ചെറിയ സംഭവം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥ നമുക്കൊക്കെ അറിയാം. ആ കഥ പരത്തിപ്പറിയല്ല എൻ്റെ ലക്ഷ്യം കേട്ടോ. 950 കൊല്ലത്തെ പ്രബോധന പ്രയാസങ്ങളുടെ കാലം അവസാനം രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചു അല്ലേ? അള്ളാഹു ഒരു കപ്പലുണ്ടാക്കാൻ നിർദ്ദേശിച്ചു. ആ കപ്പൽ വെള്ളത്തിലൂടെ യാത്ര പോകുന്ന രംഗം ഖുർആൻ ഇങ്ങനെതാ പറയുന്നു: വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. പർവ്വത സമാനമായ
തിരമാലകളിലൂടെ ആണിതറച്ച പലക അതാ പോകുകയാണ്, നൂഹ് നബിയെയും കുറച്ചാൾക്കാരെയും വഹിച്ചിട്ട്. അപ്പോൾ വനാദാ നൂഹുൻ ഇബ്നഹു വകാന ഫീ മഅ്സൽ, അദ്ദേഹത്തിൻ്റെ മകനെ നൂഹ് നബി കാണുകയാണ് ഈ തിരമാലകൾക്കിടയിലൂടെ. ആർത്തിരമ്പുന്ന മഴ, രാവും പകലും, ഭൂമിക്കടിയിൽ നിന്ന് അതിശക്തമായ ഉറവ, 7 ദിവസം ഇടതടവില്ലാണ്ട് തുള്ളിക്ക് 1 കുടം എന്നല്ല 100 കുടം വെള്ളമാണ് അക്കോലത്തിൽ മഴ പെയ്യുന്നുണ്ട്. തിരമാലകൾക്കിടയിലൂടെ മകന് ദൂരത്തുനിന്ന് ആരെ കാണുകയാണ്? മകനെ ഉപ്പ കാണുകയാണ്. ആ പ്രയാസത്തിൽ ഉപ്പ പറഞ്ഞു മോനോട്, യാ ബുനയ്യ ഇർക്കബ് മാന, നമ്മളെ കൂടെ കയറിക്ക മോനെ, തൗഹീദിൻ്റെ വാഹനത്തിലേക്ക് കയറിക്ക മോനെ, വലാ തകുൻ മഅൽ കാഫിരീൻ, അള്ളാനെ തള്ളിക്കളഞ്ഞവരുടെ കൂടെ നീ ഉണ്ടാവല്ല മോനെ എന്ന് വേദനയോടുകൂടി ഉപ്പ പറഞ്ഞു. മകൻ പറഞ്ഞു, ഖാല സആവി ഇലാ ജബലിൻ, ഞാൻ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി രക്ഷപ്പെടും, അവിടത്തേക്കൊന്നും വെള്ളം എത്തൂല. യഅ്സുമിനി മിനൽ മാ, എന്നെ വെള്ളം അവിടെ കൊണ്ട് രക്ഷിക്കും, എത്തൂല അവിടെ. ഖാല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൂഹ് നബി പറഞ്ഞു, ലാ ആസിമൽ യൗം, മോനെ ഇന്ന് ഒരു സുരക്ഷിതത്വവും ഉണ്ടാവില്ല മിൻ അംരില്ല, അള്ളാൻ്റെ കൽപ്പനയിൽ നിന്ന്. അള്ളാൻ്റെ കൽപ്പനയാണ് നടക്കാൻ പോകുന്നത്. ഇല്ലാ മൻ റഹിമ, തൗഹീദ് ഉൾക്കൊള്ളാൻ കാരുണ്യം റബ്ബ് നൽകിയവർക്കൊഴികെ ബാക്കിയുള്ളവർക്കൊന്നും രക്ഷയില്ലാത്ത ദിവസമാണ്. അങ്ങനെ വഹാല ബൈനഹുമൽ മൗജ്, അവർ രണ്ടാളുടെയും ഇടയിൽ ഒരു വലിയ തിരമാല, വമ്പൻ തിരമാല മറയിട്ടു. പിന്നെ ആ മകനെ ഇപ്പം കണ്ടിട്ടില്ല. ഫകാന മിനൽ മുഗ്റഖീൻ, അവൻ മുങ്ങി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടു. അങ്ങനെ ഈ കപ്പൽ പോകുകയാണ്, സംഘർഷഭരിതമാണ്. ജീവിതത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് ഈ കപ്പലല്ല ഒരാണി തറച്ച പലകയാണ്. പ്രയാസത്തോടുകൂടി പ്രാർത്ഥിച്ചു, റബ്ബി അൻസിൽനി മുൻസലം മുബാറക്ക വ അൻത ഖൈറുൽ മുൻസിലീൻ, പടച്ചവനെ നിർത്തേണ്ട സ്ഥലത്ത്, ഭംഗിയാർന്ന സ്ഥലത്ത്, മനോഹരമായ സ്ഥലത്ത്, നിർത്തേണ്ട സ്ഥലത്ത് പടച്ചോനെ നീ നിർത്തിത്തരണം. ഇത് പോവുകയാണ്, വമ്പൻ തിരമാലകൾ കീറിമുറിച്ചാ പോകുന്നത്. അള്ളാഹ് പറയുന്നു, വലഖദ് നാദാ നൂഹ്, നൂഹ് റബ്ബിനെ വിളിച്ചു, ഫല നിഅമൽ മുജീബൂൻ, ഉത്തരം കൊടുത്ത റബ്ബത്ര അനുഗ്രഹീതൻ. എന്താ ഉത്തരം കൊടുത്തത്? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം, ആ പ്രയാസപ്പെട്ട ബുദ്ധിമുട്ടിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തി. തൗഹീദ് ഉണ്ടായതുകൊണ്ട് ഏത് ഘട്ടത്തിലും തൗഹീദ് നമ്മെ രക്ഷപ്പെടുത്താനെത്തും. എങ്ങനെയാണ് അള്ളാഹു ഇത്രയും വലിയ വെള്ളപ്പൊക്കം എങ്ങനെ പെട്ടെന്ന് ശമിപ്പിച്ചു എന്നറിയോ? ഖുർആൻ പറയുകയാണ്, വഖീല യാ അർള് ഇബ്ലഇ മാഅക്, അള്ളാഹു പറഞ്ഞു വെള്ളത്തോട്, ഭൂമിയോട് പറഞ്ഞു, യാ അർള്, ഭൂമിയെ, ഇബ്ലഇ മാഅകി, നിൻ്റെ വെള്ളം നീ തന്നെ വിഴുങ്ങണം. നീയാണുള്ളപ്പോൾ ഉറവയായി പുറത്തേക്ക് എടുത്തത്. അള്ളാഹ് പറഞ്ഞു വിഴുങ്ങ്, ഭൂമിയോട് പറഞ്ഞു വിഴുങ്ങ്. യാ സമാ, ആകാശമേ, അക്ലി, നിർത്തണം മഴ പെയ്യുന്നത്. ഒറ്റ ഓർഡറേ കൊടുത്തുള്ളൂ ഒന്ന് കേട്ടോ. വഗീലൽ മാ, വെള്ളം വറ്റിപ്പോയി. വസ്തവത്താലൽ ജൂതി, കപ്പലാകട്ടെ ജൂതി പർവ്വതനിരയിൽ നിന്നു. അപ്പം കീല, അള്ളാഹു പറഞ്ഞു, യാ നൂഹ്, നൂഹേ, ഇഹ്ബിത് ബിസലാമിൻ മിന്നാ വബറകാത്തിൻ അലൈക്, എല്ലാ അനുഗ്രഹത്തോടും കൂടി സുരക്ഷിതത്വത്തോടും കൂടി നീ ഇറങ്ങിക്കോ. അലാ ഉമമിൻ മിൻ ഖബ്ലക, നീ മാത്രമല്ല നിൻ്റെ കൂടെ വല്ലദീന ആമനൂ മഅഹു, തൗഹീദുള്ള ആൾക്കാരും ഇറങ്ങിക്കോളും, സുരക്ഷിതമാണ്. അപ്പോൾ തൗഹീദ് കയ്യിലുണ്ടാവണം, എങ്കിൽ ഏത് വിഷമഘട്ടത്തിലും അത്താണിയായി എത്തും. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, പക്ഷേ സമയം പോരാ കേട്ടോ. നമുക്കറിയാം, ഹൂദ് നബിയും ആദ് സമൂഹവും 7 രാവും 8 പകലും 7 രാവും 8 പകലും തുടർച്ചയായി ആഞ്ഞടിച്ച കൊടുങ്കാറ്റായിരുന്നു അവരുടെ നേരെ എത്തിയത് കേട്ടോ. ആദ് സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാൻ 7 രാവും 8 പകലും അതിശക്തമായ കൊടുങ്കാറ്റ്. കാറ്റ് ഇപ്പം തന്നെ വീശുമ്പോൾ വലിയ കൊടുങ്കാറ്റൊന്നും വരണ്ട അല്ലേ, ബേജാറായില്ലേ? മഴ എന്നാൽ നല്ലോണം ഒരു കുടം വന്നാൽ മതി, അപ്പോഴേക്കും ബേജാറായുണ്ട്. ഒച്ചകൾ കേൾക്കുമ്പോൾ വാർപ്പിൻ്റെ വരാനെ കൊണ്ട് അധികം കേൾക്കില്ല. മഴ ഒരിക്കലും അല്ലേ, എല്ലാം കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞോ വെച്ചില്ല അതുപോലെ. അപ്പോൾ ആ രൂപത്തിലായിരുന്നു. പക്ഷേ അള്ളാൻ്റെ ആ കൽപ്പന വന്നു, തൗഹീദുള്ള സമൂഹത്തെ ഉള്ള ആളുകൾ വലമ്മാ ജാ അംറുനാ, ആ കൽപ്പന വന്നപ്പോൾ നജ്ജൈനാ ഹൂദ, ഹൂദ് നബിയെ നാം രക്ഷപ്പെടുത്തി, വല്ലദീന ആമനൂ മഅഹു, അദ്ദേഹത്തോടൊപ്പം തൗഹീദുള്ളവരെയും, ബിറഹ്മത്തിൻ മിന്നാ, നമ്മുടെ പ്രത്യേക കാരുണ്യം മൂലം,
വനജ്ജൈനാഹും മിൻ അദാബിൻ ഗലീദ്, പരുപരുത്ത ശിക്ഷയിൽ നാം അവരെ രക്ഷപ്പെടുത്തി. തൗഹീദ് വേണം. പ്രാർത്ഥന അത്താണിയായി മാറണമെങ്കിൽ തൗഹീദ് വേണം. അതാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. പറയാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് റബ്ബിനെ വാഴ്ത്തേണ്ട വിധം വാഴ്ത്തി പടച്ചവനോട് ചോദിക്കുക. വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സംഘർഷങ്ങൾ ജീവിതത്തിലുണ്ട്. ഉരുണ്ടുകൂടുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട് അല്ലേ? പുതിയ പുതിയ പ്രയാസങ്ങളും ദുരിതങ്ങളും ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. മരണം വരെ അത് തുടരും. അതിനെ തടുക്കാനുള്ള ഏറ്റവും വലിയ ആയുധം തൗഹീദ്. ആ തൗഹീദുള്ളവൻ്റെ പ്രാർത്ഥന അൽ അദ്ഇയത്തു സിലാഹുന്ന, ആയുധമാണ്, മൂർച്ചേറിയ ആയുധമാണ് പ്രാർത്ഥന. പ്രാർത്ഥന മൂർച്ചുള്ള ആയുധ. അത് വേണ്ടാത്തപ്പോൾ ഉപയോഗിക്കരുത്. ടവലാക്കി ധാരക്കണമെന്നറിയരുത് കേട്ടോ. ആവശ്യമുള്ള കാര്യങ്ങൾ പടച്ചവനോടങ്ങ് പറയുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണ്ട എന്താ? എല്ലാ കാര്യം നേരാക്കലല്ല, അത് അള്ളാൻ്റെ പണിയല്ല. നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാക്കുക. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും, നിങ്ങൾക്കിപ്പോൾ ഒരു ക്യാൻസർ ഉണ്ട് ആയിക്കോട്ടെ, മനസ്സമാധാനം ഉണ്ടായാൽ ക്യാൻസർ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ക്യാൻസർ ഇല്ലെങ്കിലും മരിക്കണ്ടേ? വേണ്ടേ? കിഡ്നി ഫെയിലിയറാന്ന് പറഞ്ഞു, നമുക്കൊരു സംഘർഷമില്ല. കിഡ്നി ഫെയിലിയർ അല്ലേ മരിക്കണ്ടേ? അപ്പോൾ ഈമാനോടുകൂടി മരിക്കാമല്ലോ, മനസ്സിന് പ്രയാസമില്ല. ഉണ്ടല്ലേ? ചില ആൾക്കാരൊക്കെ നല്ല ഇതൊക്കെ ഉള്ള ആൾക്കാർ ഹാപ്പിയായി അങ്ങനെ എല്ലാവരും പിന്നാലെയും കൂടെ നടക്കുന്നത്. ഉള്ളവരെക്കാളും ഇങ്ങനത്തെ പ്രയാസം ഇല്ലാത്തവരെക്കാളും ഹാപ്പിയില്ല ഓല് ജീവിക്കുന്നത്. ഓലായി ചിന്തിക്കുന്ന പോലുമില്ല. അത് അള്ളാഹുവോട് മറപ്പിക്കും. അതൊക്കെ പടച്ചോൻ്റെ കഴിവാണ്. അല്ലാതെ ഞാൻ 24 മണിക്കൂറും പടച്ചോനെ എപ്പോഴാണ് വെല്ലടിക്കാന്ന് അറിയില്ല, നേരം വെളുക്കും ഉണ്ടാവുമോ അതറിയില്ല, എൻ്റെ പെണ്ണുങ്ങളെ കാണാൻ പറ്റുമോ, നല്ല കുട്ടികളെ കാണാൻ എനിക്ക് ചെറിയോനെ വലിയ ഇഷ്ടമാണ്. 2 കോടി ഉറുപ്പിയുണ്ട് പടച്ചോനെ, ഞാനാണ് സ്റ്റേറ്റ് രജിസ്റ്റർ ചെയ്തത്. ഞാൻ സ്റ്റേറ്റിലേക്കൊന്ന് പോകാൻ കഴിയുമെന്ന് അറിയില്ല അല്ലേ? എസ്റ്റേറ്റിലേക്ക് പോയിട്ട് വല്ല ആരും ഉണ്ടല്ലോ, അട്ട കടിക്കുന്നല്ലാണ്ട്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ ഇല്ലാത്തപ്പോൾ തോന്നുമൊക്കെ ഉണ്ടാവണമെന്ന് കേട്ടോ കേട്ടോ. എന്തുണ്ടായിട്ടും നമുക്ക് എന്തേ ഉള്ളൂ? നമുക്ക് അവസാനം കിട്ടുന്ന 6 അടി മണ്ണ് അല്ലേ? അതെപ്പോഴാണ് ആ 6 അടി മണ്ണിലേക്ക് ചാട്ടം അറിയില്ല അല്ലേ? പോകുമ്പോഴോ ഒരു ചെറിയൊരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായി പോവുകയാണ്. കൊണ്ടുപോകാനുള്ളതോ 3 കഷ്ണം തുണി, കുറച്ച് പഞ്ഞി അല്ലേ? ഞാൻ മയ്യത്തവിടെ കൊണ്ടുപോയി വെച്ചാലോ രാത്രി ആയാലും മണില്ല, പകലായാലും മണില്ല. അതിൻ്റെ അകത്ത് കൊണ്ടുവച്ചാലോ വെളിച്ചമുണ്ടോ? ഇല്ല. കാറ്റുണ്ടോ? ഇല്ല. തമ്മിൽ അറിയാൻ ഭൂമിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? അവിടെ എന്താ നടക്കുന്നതെന്ന് പുറത്തറിയാൻ വല്ല സംവിധാനം ഉണ്ടോ? അതുമില്ല. എന്നാൽ പിന്നെ ഇനി അതാരാ പറഞ്ഞതിൻ്റെ റസൂലുള്ള അവിടെ ശിക്ഷയുണ്ട് കേട്ടോ. ആ ശിക്ഷനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അത്തയ്യാത്തിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ബോധപൂർവം പ്രാർത്ഥിക്കുക. റഹ്മാനായ തമ്പുരാൻ പ്രാർത്ഥന സ്വീകരിക്കുന്ന, പ്രാർത്ഥന ഒരു അത്താണിയായി കാണാൻ കഴിയുന്ന ഈമാനും തൗഹീദും ഉറച്ച വിശ്വാസവും മരണം വരെ ആരിളക്കിയാലും ഇളകാത്ത ഒരു തൗഹീദ് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. റഹ്മാനായ തമ്പുരാൻ സംരക്ഷിക്കും. ആ ഉറച്ച വിശ്വാസത്തോടു കൂടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥന സ്വീകരിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. സംഘർഷങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉരുണ്ടുകൂടുമ്പോൾ അള്ളാഹുവിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാനുള്ള മനക്കരുത്ത് അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും വരുന്നത് മല പോലെ വരുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മഞ്ഞുപോലെ ഒരുക്കി നമുക്ക് സന്തോഷവും ആനന്ദവും നൽകുമാറാകട്ടെ. പ്രാർത്ഥന ഏത് സമയത്തും റബ്ബിനോട് നടത്തിക്കൊണ്ടിരിക്കുക. തെറ്റ് ചെയ്തവനാണെന്നുള്ള ബോധമുണ്ടാകുക. എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ അള്ളാഹു തൗഫീക്കും യോഗ്യതയും നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരിച്ചു പിരിഞ്ഞു പോയ നമ്മുടെ മുഅ്മിനുകളായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും റബ്ബ് സ്വീകരിക്കുകയും ആ ദുഷ്കർമ്മങ്ങൾ നമ്മൾ പാപമോചനം നടത്തുകയും ആ പാപമോചനം അള്ളാഹു സ്വീകരിക്കുകയും അതുവഴി നമ്മുടെ തിന്മകൾ പോലും നന്മയാക്കി അള്ളാഹു പരിവർത്തിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹുവിനോടുള്ള ദീനിനോടുള്ള പ്രതിബദ്ധത അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. നാൾക്ക് നാൾ ദീനിൻ്റെ സ്ഥാനവും അതിൻ്റെ ഏറ്റവും വലിയ മാനങ്ങളുമൊക്കെ ദിനംപ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകളിൽ നിന്ന്. ആളുകൾക്ക് ദീനിനോടുള്ള താല്പര്യത്തേക്കാൾ ഭൗതികമായ താല്പര്യങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് നമുക്ക് അള്ളാഹുവിനോടും ദീനിനോടും നമ്മുടെ
പരലോക ജീവിതത്തോടും ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി ജീവിക്കുവാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അറിയുന്ന പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാ സുഖങ്ങളും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിലെ പരീക്ഷത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. പരലോകത്തെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും ലഭ്യമാകുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.